വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഒരല്പം പരിഭ്രമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. കാരണം ഒരു മോഡറേറ്റർ എന്ന നിലയിൽ ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു പകരക്കാരിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു കഥയരങ്ങാണ് നടക്കുന്നത്. കഥയിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ കൂടെയുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. കഥ കേൾക്കാൻ കുറച്ച് പേർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു കഥ സായാഹ്നം എന്ന് പറയാമോ എന്നറിയില്ല, ഒരു ഉച്ച ആശംസിക്കുന്നു. കഥയരങ്ങ് പൊതുവെ എനിക്ക് തോന്നുന്നു അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അധികം കഥയരങ്ങുകൾ നടന്നു കാണാറില്ല. കഥ കേൾക്കാൻ ആർക്കും ക്ഷമയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ റീലുകളുടെയും ഷോർട്സുകളുടെയും ലോകത്ത് എല്ലാം തിടുക്കത്തിൽ കഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾക്കാണ് ആൾക്കാർക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഥയരങ്ങിൽ കഥ വായിക്കുന്നത് എത്രത്തോളം സംവേദനക്ഷമമാകുമെന്നറിയില്ല. എങ്കിലും തങ്ങളുടേതായ രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും നടത്തുകയാണ്. ഇവിടെ നമ്മൾ 4 കഥാകൃത്തുക്കൾ കഥ വായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കഥയരങ്ങായതുകൊണ്ട് തന്നെ വലിയ ഇൻട്രൊഡക്ഷനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വായിക്കുന്നില്ല. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമേ ഉള്ളൂ, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കഥയരങ്ങിലേക്ക് കടക്കാം. ഇവിടെ 4 പേരുണ്ട്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ശ്രീ VS അനിൽകുമാർ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മനുഷ്യത്വത്തിൻ്റെ കഥാകാരനാണ് അദ്ദേഹം. സമൂഹത്തിൽ മനുഷ്യൻ എന്ന ഒരു സംഭവം എത്രത്തോളം മനുഷ്യത്വത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ അടിവരയിട്ട് പറയുന്ന തൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം എല്ലായ്പ്പോഴും കഥകളിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കഥാകാരനാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ ഇന്ന് വായിക്കുന്നത് ഒരു വരണ്ട പ്രേമകഥ എന്ന കഥയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് കഥ കേൾക്കാം. അതിനു മുമ്പ് ആ കഥ ഉണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഓർമ്മകൾ അല്ലെങ്കിൽ അത് എഴുതിയ ശേഷമുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ വായനക്കാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പങ്കുവെച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കാം. അല്ലേ, ഞങ്ങളുടെ യൗവനകാലത്ത് ഒരുപാട് കഥയരങ്ങുകൾ ഉണ്ടായിരുന്നു. പിന്നീട് സിതാര പറഞ്ഞതുപോലെ അത് അന്യം നിന്നു പോവുകയാണ് ചെയ്തത്. അതിന് പകരം മറ്റു പല രീതിയിൽ കഥ അവതരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു പഴയ ഓർമ്മയെ കൂടി ഉണർത്തിക്കൊണ്ടുവരുന്നൊരു സെഷനാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു വരണ്ട പ്രേമകഥ എന്ന കഥയാണ് എന്നോടിവിടെ വായിക്കണമെന്ന് ഈ പരിപാടിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളായ VH നിഷാദ് എന്ന കഥാകൃത്ത് ഒരു 3 പ്രാവശ്യം പറഞ്ഞു അത് തന്നെ വായിക്കണമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ വേറൊന്ന് എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഞാൻ വളരെ കുറച്ച് പ്രേമകഥകളെ എഴുതിയിട്ടുള്ളൂ. പ്രണയിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് പ്രേമകഥകളെ എഴുതിയിട്ടുള്ളൂ. അത് ആദ്യം വായിക്കാം, അതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തോന്നുന്നെങ്കിൽ പറയാം. ഒരു വരണ്ട പ്രേമകഥ. ഒരു കാമുകനും കാമുകിയും ഒരേ ബസ്സിൽ ക്ലാന്തരായി യാത്ര ചെയ്യുകയായിരുന്നു. മുമ്പെന്നോ ഇതുപോലുള്ളൊരു വേളയിൽ പ്രഥമ ദർശനത്തിൽ തന്നെ അനുരാഗബദ്ധരായിരുന്നു അവർ. കാമുകൻ്റെ പേര് ജയപ്രകാശ് എന്നും കാമുകിയുടേത് ഗീത എന്നുമായിരുന്നു. ചവിട്ടുപടിയിൽ തൂങ്ങിയങ്ങനെ പോകവേ ബസ്സിനുള്ളിലേക്ക് കടക്കാൻ ജയപ്രകാശ് ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വന്തം കയ്യിൻ്റെ ബലത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഈ ഏർപ്പാട് അത്ര സുഖകരമല്ല. പക്ഷേ ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ വിളിക്കാവുന്ന വിധത്തിൽ എല്ലാവരും ഒരേ ബസ്സിൽ തന്നെ കയറാൻ ശ്രമിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാണ്? ആയതിനാൽ പതിവ് പോലെ ജയപ്രകാശ് പിറകോട്ട് പോകുന്ന ചിരപരിചിതമായ കാഴ്ചകളെ കാണാതിരിക്കുകയും സ്വന്തം വിചാരങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ബസ്സിനുള്ളിൽ ശ്വാസം മുട്ടി. ഒരു കാഴ്ചയും കാണാനാവാതെ ഗീതയും വിയർക്കുന്നുണ്ടായിരുന്നു. ജയപ്രകാശ് ചവിട്ടുപടിയിൽ തൂങ്ങുകയാവും എന്ന് ഗീതയ്ക്കറിയാം. അവൾക്ക് വേവലാതിയുണ്ടായി.
കാരണമുണ്ട്. ഗീത ഈ ബസ്സിൽ കയറി പറ്റുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ജയപ്രകാശ് ചവിട്ടുപടിയിൽ തൂങ്ങാമെന്ന് തീരുമാനിച്ചത്. ബസ്സിനുള്ളിൽ ശ്വാസം മുട്ടി ഒരു കാഴ്ചയും കാണാനാവാതെ ഗീതയും വിയർക്കുന്നുണ്ടായിരുന്നു. ജയപ്രകാശ് ചവിട്ടുപടിയിൽ തൂങ്ങുകയാവും എന്ന് ഗീതയ്ക്കറിയാം. അവൾക്ക് വേവലാതിയുണ്ടായി. കാരണമുണ്ട്. ഗീത ഈ ബസ്സിൽ കയറി പറ്റുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ജയപ്രകാശ് ചവിട്ടുപടിയിൽ തൂങ്ങാമെന്ന് തീരുമാനിച്ചത്. ഇങ്ങനെയുള്ള യാത്രകളിൽ മറ്റെന്തോർക്കാനാണ്? ജയപ്രകാശ് ഗീതയെക്കുറിച്ചും ഗീത ജയപ്രകാശിനെക്കുറിച്ചും കാണാ കണ്ണുകളിൽ നിറങ്ങൾ ചേർത്തുകൊണ്ടിരുന്നു. അവരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അദൃശ്യമായി സഞ്ചരിച്ച് പരസ്പരം സ്പർശിച്ചു കൊണ്ടിരുന്നു. ശനിയാഴ്ച എവിടെയായിരുന്നു? ജയപ്രകാശ് ചോദിച്ചു. എനിക്ക് വരാൻ പറ്റിയില്ല, ഗീത പറഞ്ഞു. അതെനിക്കറിയാം. കാരണം എന്താണെന്നാണ് അറിയേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തെല്ലാം പ്രച്ഛന്ന വേഷങ്ങൾ ആടണമെന്നറിയാമോ? എന്നെ കാണാൻ ഒരുത്തൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? നല്ല ചായയുണ്ടാക്കി റെഡിയായി നിൽക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാണ് പുറത്തു ചാടുക? അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും ടിക്കറ്റ് കൊടുത്തു തീർക്കാൻ കണ്ടക്ടർ ബസ് നിർത്തിയിട്ടു. സർക്കാർ വാഹനമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് ആരോ ഉറക്ക പരിതപിച്ചു. ഒരു വൈകുന്നേരത്തിൻ്റെ വിയർപ്പ് മണം മുഴുവൻ വണ്ടിയിൽ പരന്നു നിറഞ്ഞു. ഏവരും അസഹിഷ്ണുതയാർന്നു. ചാലുവെച്ചൊഴുകുന്ന വിയർപ്പ് തുടച്ചുകൊണ്ട് തള്ളിയെന്നും കാലിൽ ചവിട്ടിയെന്നുമൊക്കെയുള്ള പരാതികൾ ഉയർന്നു. അത് കുറിച്ചു വയ്ക്കാനുള്ള പുസ്തകം കണ്ടക്ടർ വശം കിട്ടും. ആരും അത് ചെയ്യുന്നില്ല. പരാതികളിൽ നിറയാനാണ് എല്ലാവർക്കും താല്പര്യം. കണ്ടക്ടറുടെ നിർമ്മമമായ സഞ്ചി മാത്രം ചില്ലറ കിലുക്കി കളിച്ചുകൊണ്ടിരുന്നു. കാമുകിക്ക് വിവാഹാലോചന. വില്ലൻ. ജയപ്രകാശ് പുരികം ചുളിച്ചു. സാമ്പ്രദായികമായ പാത്രസന്ദർഭങ്ങൾ എനിക്ക് മടുക്കുന്നു. ശനിയാഴ്ച ഹാഫ് ഡേ ആയിരുന്നു. നഗരവീഥികളിൽ മൈതാന പാർശ്വത്തിലെ ഉദ്യാനത്തിലൊന്ന് ചുറ്റാമെന്ന് ഞാൻ ആശിച്ചു. ഇതും സമ്പ്രദായമനുസരിച്ച് തന്നെ. അതിനിടയിലാണൊരു ഞാൻ എന്ത് ചെയ്യാനാണ്? കണ്ടക്ടർ വിസിൽ കൊടുത്തു. ചുണ്ടുകൾ വളച്ചു പിടിച്ചുകൊണ്ടൊരു രൂക്ഷമായൊരു ശബ്ദമായിരുന്നു അത്. എല്ലാവരുടെയും ചെവിയിലേക്കും അത് തുളഞ്ഞു കയറി. ബസ് ഇളകി പുറപ്പെടാൻ തുടങ്ങി. ഉള്ളിലേക്ക് കടന്ന കാറ്റ് വിയർപ്പ് മണത്തെയും വിദ്വേഷങ്ങളെയും പുറന്തള്ളി. ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തു. തിരക്ക് മാത്രം ബാക്കി നിന്നു. ജയപ്രകാശ് 3 പടികൾ കയറി ഉള്ളിലേക്കൊരു കാൽ വയ്ക്കുന്നു. അവിടെ നിന്നുകൊണ്ട് പിന്നെയും മുന്നോട്ട് നീങ്ങിപ്പോയ ഗീതയെ കാണാൻ അയാൾ കൊതിച്ചു. വിങ്ങുന്ന തിരക്ക് ഒരു കരിമ്പടമോ പർദ്ദയോ ആയിത്തീരുന്നു. ഗീതയുടെ തലയിൽ ചൂടിയ വാടിയ മുല്ലപ്പൂ മാത്രം ജയപ്രകാശ് കാണുന്നു. ഇന്നലെ എന്തു പറ്റി? ഗീത ചോദിച്ചു. എനിക്ക് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ഉണ്ടെന്ന് കഴിഞ്ഞ മാസമേ പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഓർത്തില്ല. എനിക്ക് സൗകര്യമായിരുന്നപ്പോൾ നിനക്ക് ടെസ്റ്റ്, ഉദ്യോഗ കയറ്റം, ശമ്പള വർധനവ് നല്ലത് തന്നെ. ആഫീസിൽ നിന്ന് ഞാൻ നേരത്തെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ഇരുളും വരെ കാത്തുനിന്നു. മറ്റുള്ളവർ എന്നെ നോക്കി അരുതാത്തത് പറയുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണിൻ്റെ ബേജാറ് നീ എങ്ങനെ അറിയാനാണ്? അദൃശ്യമായ സല്ലാപത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ബസ് വീണ്ടും നിന്നു. സ്റ്റോപ്പ് മറന്നുപോയതുപോലെ ഒരാൾ ബസ്സിൻ്റെ നടുവിൽ നിന്ന് ആൾക്കൂട്ടത്തെ പിളർന്ന് വെളിയിലേക്ക് ചാടി. വിയർപ്പ് മണവും അസഹിഷ്ണുതയും വീണ്ടും പടർന്നു. വാക്കുകൾ മുറിഞ്ഞു വീണുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ ഇതൊരു യുദ്ധമാണ്, ആലോചിച്ചുറപ്പിച്ച് ജയപ്രകാശ് പറഞ്ഞു. യുദ്ധമോ? ഗീത ചോദിച്ചു. അതെ, ഈ യുദ്ധത്തിൽ ആരാണ് ശത്രുക്കൾ? നീ എൻ്റെയും ഞാൻ നിൻ്റെയും ജീവിതങ്ങളിലേക്ക് കടന്ന് നിലയുറപ്പിച്ചിരിക്കുന്നു. അതിരുകൾ ലംഘിക്കുന്നതാണ് യുദ്ധനിമിത്തമായി തീരുന്നത്. നാം എല്ലാം അതിരുകളുള്ള ജീവികളാണ്. വികാരങ്ങളുടെയും പ്രായോഗിക സൗകര്യങ്ങളുടെയും രേഖാംശങ്ങൾ നാം അറിയാതെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പരസ്പരം ലംഘിക്കുന്നത് അക്രമമാണ്. സ്നേഹം ഒരു യുദ്ധമാകുന്നു. ഈ പറയുന്നതെല്ലാം എങ്ങനെയാണ് നേരായി തീരുക? ഗീത അമ്പരന്നു. എനിക്ക് ചിന്തിക്കാൻ അറിയില്ല. എന്നെക്കുറിച്ച് വ്യാമോഹങ്ങളുമില്ല. അതിരുകൾ ലംഘിക്കുകയാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞാലല്ലേ സ്വകാര്യതയെക്കുറിച്ചുള്ള വേവലാതിയുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീതയ്ക്ക് ജയപ്രകാശിനെ കാണാമായിരുന്നു. വിരലുകളിൽ ഏന്തി നിന്നുകൊണ്ട് ജയപ്രകാശ് ഗീതയെ കാണുന്നു. നടുവിൽ ഇനിയും അക്ഷൗഹിണികളുണ്ട്. നേരിട്ട് പൊരുതാൻ എപ്പോഴാണ് മുഹൂർത്തം? പുറത്ത് ഇരുണ്ടു തുടങ്ങിയപ്പോൾ ഡ്രൈവർ ഉള്ളിലെ വിളക്കുകൾ തെളിയിച്ചു. ബസ്സിലെ തിരക്കപ്പോൾ വലിയ നിഴലായി രൂപാന്തരം പ്രാപിച്ചു.
4-5 പേരുടെ അകലം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്ന് ആകാംക്ഷ മുമ്പ് പഠിച്ച നളചരിതമായി ഉണരുന്നു. എന്നിട്ടും ആൾക്കൂട്ടം വികാരരോധിയായ മതിലായി ഉറച്ചു നിൽക്കുന്നു. എനിക്ക് നാളെയോ മറ്റന്നാളോ നാട്ടിൽ പോകേണ്ടി വരും, ജയപ്രകാശ് പറഞ്ഞു. എന്തേ? പെങ്ങളുടെ കല്യാണമാണ്. അവകാശത്തിൻ്റെയും ബാധ്യതയുടെയും റോളുകളുണ്ട്. ഇതും സാമ്പ്രദായികം തന്നെയല്ലേ? വില്ലനായി പരിണമിക്കാവുന്നൊരു കഥാസന്ദർഭം. അതെ. എന്നെ ക്ഷണിക്കുന്നില്ലേ? അനുഗ്രഹം പോലെ ഒരു സ്റ്റോപ്പ്. ഇടയിലെ 4-5 പേർ കുതിച്ചിറങ്ങി പോകുന്നു. വാടിയ മുല്ലമാലയുടെ മണം ജയപ്രകാശിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അപ്പോൾ ആ കാമുകനും കാമുകിയും ചേർന്ന് നിൽക്കുകയായിരുന്നു. അവരുടെ നിശ്വാസങ്ങൾ കൂടിക്കലർന്ന് ഘനീഭവിക്കുന്നു. തിരക്കും ബസ്സിൻ്റെ വേഗവും അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ അദൃശ്യമാകുന്നത്. അവരുടെ കണ്ണുകൾ വിടർന്ന് വലുതാവുന്നു. ജയപ്രകാശ് ഗീതയുടെ വിരലുകളിൽ തൊടുന്നു. നാളെ എപ്പോഴാണ് കാണുക? പൊടുന്നനെ വിരക്തനായി ജയപ്രകാശ് ചോദിച്ചു. ഈ സമയത്ത് തന്നെ? എന്താ ഒരു പുതിയ ചോദ്യം? അല്ല, ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ തന്നെ വണ്ടി കയറും. ബസ്സിന് വേഗം വെച്ചു. ആകെ ഇളകിയോടുന്ന ബസ്സിൽ മറുകാൽ കുത്താൻ ഇടമില്ലാതെ നിന്നുകൊണ്ട് അവരപ്പോൾ നിശബ്ദരായി. ആടുമ്പോഴും ഉലയുമ്പോഴും അവരുടെ ശരീരഭാഗങ്ങൾ അവിടെ മൃദുവായി ഉരസുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബസ് നിന്നു. ഇറങ്ങാൻ അധികം സമയം കിട്ടില്ലെന്നറിയാമായിരുന്നുകൊണ്ട് മുന്നിലുള്ള എല്ലാവരെയും തള്ളിയൊതുക്കി ഒരു ശരം പോലെ ഗീത ഇറങ്ങിപ്പോയി. അതിനിടയിൽ കൂടുതലൊരു വാക്ക് ഗീതയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. നിഴൽ കരിമ്പടത്തിലൂടെ ഗീത ഇറങ്ങിപ്പോകുന്നത് മുഴുവനും കാണാൻ ജയപ്രകാശിനും കഴിഞ്ഞില്ല. ബസ് സ്റ്റോപ്പിലെ തിരക്കിൽ സബ്വേയുടെ ആഴത്തിൽ നടുക്കുന്നൊരു വേഗതയായി ഗീത ഇപ്പോൾ രൂപം മാറുന്നുണ്ടാവും. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനായി ജയപ്രകാശ് മുന്നോട്ട് നടന്നു. അപ്പോഴും ഒരുപാട് പേരെ തള്ളുകയും മെതിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ശകാരങ്ങൾ, വഴിമുടക്കുകൾ. ജയപ്രകാശ് മുന്നിലെ ചവിട്ടുപടിയിലെത്തിയിരുന്നു. പുറംകാഴ്ചകളിൽ തെരുവ് വിളക്കിൻ്റെ മന്ദത കത്തുനിന്നു. അങ്ങനെ ആ കാമുകനും കാമുകിയും ഒരുപാട് സമാനതകളുള്ള വേറൊരു ദിവസത്തെ യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു. ഈ കഥയെക്കുറിച്ച് പറയാനുള്ളത് ഒരു കഥ വായന കഴിഞ്ഞ് നമുക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും VS അനിൽകുമാർ, അംബികാസുധൻ മാങ്ങാട്, വ്യക്തിപരമായി ഞാൻ എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ തന്നെ കണ്ടു വളർന്ന ആൾക്കാരാണ്. എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്തിരിക്കുന്ന രണ്ടുപേരാണ്. അവരുടെ കഥകളുമൊക്കെ വായിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അംബികാസുധൻ മാങ്ങാടിനെ പറ്റി പറയുകയാണ്, അദ്ദേഹത്തിനും വിശേഷണങ്ങളുടെ ആവശ്യമില്ല. എത്രയോ വർഷങ്ങളായിട്ട് സാഹിത്യ ലോകത്ത് തൻ്റേതായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഒരു ഉറച്ച സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. പരിസ്ഥിതിയും രാഷ്ട്രീയവും ജീവിതത്തിൻ്റെ ഒരുവിധം എല്ലാ ആസ്പെക്റ്റുകളും തൻ്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എന്നിവിടെ വായിക്കുന്ന കഥ വെള്ളിയാഴ്ചകളിലെ മുരിക്ക് എന്ന കഥയാണ്. നമുക്ക് കഥയിലേക്ക് പോകാം, പിന്നീട് അതേപറ്റി സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ 4 എഴുത്തുകാരുടെ നടുക്ക് ഇരുന്ന് ഒരു കഥ വായിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പാകെ ഇരുന്ന് കഥ വായിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ VS നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കഥയരങ്ങ് പണ്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അന്യം നിന്നുപോയി. ഞാനിവിടെ വായിക്കാമെന്ന് വിചാരിച്ചത് ചെറിയ കഥകൾ വായിക്കാൻ പറ്റൂ, 2 പേജൊക്കെയുള്ള കുഞ്ഞു കഥകളെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ പറ്റൂ. ദീർഘമായ കഥകൾ അപ്രസക്തമാവും. അപ്പോൾ ഞാൻ വീണ്ടും 2 മത്സ്യങ്ങളോ അല്ലെങ്കിൽ വരിക്കച്ചക്കയുടെ മണം അങ്ങനെ ഏതെങ്കിലും ഒരു കഥ വായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ VS ഒരു പ്രേമകഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു പ്രണയകഥ വായിക്കണം. ഞാനും പ്രണയകഥകൾ വളരെ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. പ്രണയം എൻ്റെ എഴുത്തിൽ അങ്ങനെ വന്നിട്ടില്ല എന്തുകൊണ്ടോ. ഞാൻ ഇത് പിക്കാസോ വരുന്നൊരു കഥയാണ്. പിന്നീട് ഒരു കഥ മൈക്കലാഞ്ചലോ വരുന്നൊരു കഥ മുമ്പ് എഴുതിയിട്ടുണ്ട്. പിന്നീട് അടുത്ത കാലത്ത് റാഫേൽ എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട ഇതിലൊരു ചിത്രകാരനുണ്ട്. അയാൾ പിക്കാസോ എന്നറിയപ്പെടുന്ന, അയാളുടെ കാമുകിയായിട്ട് മോഡലായിട്ട് വരുന്ന സ്ത്രീ അയാളെ പിക്കാസോ എന്ന് വിളിക്കുന്നു. പക്ഷേ അയാൾക്കത് ഇഷ്ടമല്ല. വെള്ളിയാഴ്ചകളിലെ മുരിക്ക്.
ഞാൻ പിക്കാസോ അല്ല, എന്നെ അങ്ങനെ വിളിക്കരുത്. പിക്കാസോവിൻ്റെ വാലിൻ്റെ രോമം പോലും അല്ല ഞാൻ. എന്നെ തേടി വന്ന ബഹുമതികളൊന്നും എനിക്കൊട്ടും ചേരുന്ന ആഭരണങ്ങളല്ല. സ്ഥലകാലങ്ങളില്ലാതെ ക്യാൻവാസുകളിലേക്ക് നിറങ്ങൾ വാരിത്തേവുന്ന ഒരു ഭ്രാന്തൻ മാത്രമാണ് ഞാൻ. എൻ്റെ മെലിഞ്ഞ കഴുത്തിന് താഴെയുള്ള കവണക്കമ്പുകൾ പോലെയുള്ള എല്ലുകളുടെ 2 മുഴകളിൽ മാറി മാറി ചുണ്ടുകൾ അമർത്തി എൻ്റെ പൊന്നെ, എൻ്റെ പിക്കാസോ എന്ന് നീ ആവർത്തിച്ച് മന്ത്രിക്കുമ്പോഴൊക്കെ ഒന്ന് പിടഞ്ഞു മാറുവാൻ പോലും ആവാത്ത വിധം ഐസിലിട്ട് മരവിച്ച പച്ച മീനാണ് ഞാൻ. ഞാൻ വെറും ആയുധം മാത്രം. എന്നോ മരിച്ചു മണ്ണടിഞ്ഞ പിക്കാസോ ആണ് നിന്റെ യഥാർത്ഥ പ്രണയ നായകൻ. ഞാൻ വെറും കവണ, നിന്റെ പ്രണയം കുലയ്ക്കാനുള്ള വെറും വില്ല്. പിന്നെ ആ രഹസ്യം എനിക്ക് ബോധ്യമായി. പിക്കാസോയേക്കാളും നീ പ്രണയിക്കുന്നത് നിന്നെ തന്നെയാണ്. ഗ്രീക്ക് മിഥോളജിയിലെ നാർസിസസിനെ പോലെ. എൻ്റെ വൃത്തിഹീനമായ കുടുസുമുറിയിലെ ചുമരുകളിൽ ഇടിഞ്ഞു തകർന്നു വീണ മഴവില്ല് പോലെ പല നിറങ്ങൾ വാരിത്തേവിയതിൻ്റെ ഇരുണ്ട പശ്ചാത്തലത്തിൽ കൂമ്പിച്ചു തുടങ്ങിയ, ഇരിക്കുമ്പോൾ കൂട്ടക്കരച്ചിൽ ഉയർത്തുന്ന ചുരൽ കസേരയിലോ വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും ശുക്ലത്തിൻ്റെയും ദുർഗന്ധം വമിക്കുന്ന പഞ്ഞിത്തൂവലുകൾ അവിടവിടെ പുറത്തേക്ക് ചിറക് വിരിക്കാൻ തുടങ്ങുന്ന പിഞ്ഞിയ കിടക്കയിലോ, വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിഞ്ഞു കളഞ്ഞ് നൂൽബന്ധമില്ലാതെ പല പോസുകളിൽ ഇരുന്നോ, പല നിലകളിൽ ശയിച്ചോ, എൻ്റെ ബ്രഷുകൾക്ക് നീ വഴങ്ങിത്തരുമ്പോൾ അല്പം വൈകിയിട്ടാണെങ്കിലും എനിക്കത് മനസ്സിലായി. നിനക്ക് നിന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ വെറുമൊരു ആയുധം. ആരെയും ഭ്രമിപ്പിക്കുന്ന നിന്റെ മുലകൾ ആദ്യമായി അനാവൃതമായി കണ്ടപ്പോൾ വയലറ്റ് മുന്തിരിയുടെ നിറമുള്ള ഉണർന്ന മുലക്കണ്ണുകൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകളാണ് എന്ന് ഞാൻ ഓർക്കാപ്പുറത്ത് ഉരുവിട്ടപ്പോൾ ചുണ്ടുകൾ വിറപ്പിച്ച് വിസ്മയാധീനയായി എത്ര നേരമാണ് നീ അനക്കമറ്റ് നിന്നത്. നാർസിസസിനെ പോലെ ആത്മരതിയുടെ മൂർച്ച തിളക്കം നിന്റെ കണ്ണുകളിൽ അന്നാണ് ആദ്യമായി ഞാൻ വേറിട്ട് കണ്ടത്. പിന്നീടുള്ള കൂടിക്കാഴ്ചകളിൽ ആത്മരതിയിൽ കൊക്കൈൻ ചേർക്കും വിധം നീ ക്രൂരമായ ആനന്ദമാർഗങ്ങൾ തിരയാൻ തുടങ്ങി. മുറിക്ക് പിന്നിൽ ഇത്തിരി ഏകാന്ത സ്ഥലിയിൽ വളർന്നു നിന്നിരുന്ന ഒരേയൊരു മരം, ശരീരമാസകലം മുൾനഖങ്ങൾ വളർത്തി നിന്ന ആ മുരിക്ക് മരം കണ്ടപ്പോൾ നീ നിർത്താതെ പൊട്ടിച്ചിരിച്ചു. മറ്റൊരു പച്ചപ്പും അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരം മനസമാധാനത്തിന് കൈനീട്ടി തൊടാൻ ഒരു കാർമൂസിലയുടെ പച്ച പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്തിനാ പിക്കാസോ നിനക്ക് ഈ മുരിക്ക്? മുറിയിലേക്ക് തിരിച്ചു കയറിയിട്ടും നീ പരിഹാസച്ചിരിയുടെ കവണകൾ കുലച്ചുകൊണ്ടിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പിക്കാസോ അല്ല. മുരിക്ക് ഞാൻ നട്ടതല്ല. ഞാനിവിടെ അന്തേവാസിയായി വന്ന് ചിത്രം വരപ്പ് തുടങ്ങിയപ്പോഴേ ഇവൻ മുറിയുടെ പുറത്ത് മുൾക്കുപ്പായമിട്ട് കാവലുണ്ടായിരുന്നു. ചിരി തീർന്നപ്പോൾ നിന്റെ ഭാവം പകർന്നു. അസാധാരണമായ ഒരു ഗൗരവം ഇത്തിരി തുറന്ന നിന്റെ ചുണ്ടുകൾക്ക് നടുവിൽ പഴുതാര പോലെ പിടഞ്ഞു. ഞാനൊന്ന് പരിഭ്രമിച്ചു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. നട്ടുച്ച. നീ എന്നോട് ഉടുപ്പുകൾ ഓരോന്നായി അഴിക്കാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നീ നഗ്നയായി എത്രയോ തവണ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിന്നെ നിറങ്ങളായേ ആവിഷ്കരിച്ചിട്ടുള്ളൂ. കാമം തേമ്പിയ വിരലുകൾ കൊണ്ട് ഒരിക്കലും നിന്നെ തൊട്ടിട്ടില്ല. എൻ്റെ ഇരട്ടി പ്രായമുള്ള മുലകളിടിഞ്ഞ തെരുവിലെ വേശ്യകളെ ആ ദിവസങ്ങളിൽ ഞാൻ പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അനുസരിച്ചു. നിന്നോടുള്ള അഗേതവമായ പ്രണയം എൻ്റെ തലയോട്ടിയുടെ ഉച്ചിവരെ ബാധിച്ചിരുന്നതുകൊണ്ട് നിന്റെ അനുസരിച്ച് നഗ്നശരീരനായി ഞാൻ മുരിക്ക് മരത്തിലേക്ക് വലിഞ്ഞു കയറി. മുരിക്ക് അതിൻ്റെ കഴുകൻ കൊക്കുകൾ കൊണ്ട് പോലുള്ള വളഞ്ഞ മുള്ളുകൾ കൊണ്ട് എന്നെ ആഞ്ഞു പുൽകി. മുകളിലോട്ടോ താഴോട്ടോ നീങ്ങാനാവാതെ, വേദന സഹിക്കാനാവാതെ നിലവിളിയോടെ മണ്ണിലേക്ക് ഞാൻ മലർന്നടിച്ചു വീണു. കടുവ മാന്തിയതുപോലെ എൻ്റെ ശരീരത്തിൽ അനേകം ചോര നദികൾ ഒന്നിച്ച് ഉറവ പൊട്ടി. നീ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സാഹസപ്പെട്ട് മുറിയിലേക്ക് നടത്തിച്ചു. ദയാവായ്പോടെ അയ്യോ അയ്യോ ഉരുവിട്ട് എൻ്റെ മേൽ തുളഞ്ഞു കയറിയ മുള്ളുകൾ ഓരോന്നായി പിഴുതെടുത്ത്
എൻ്റെ പാലറ്റിൽ നീ ശേഖരിച്ചു. അന്നേരം ക്രൂരമായ ഒരു ആനന്ദം നിന്റെ കണ്ണുകളിലും ചുണ്ടുകളിലും രഹസ്യമായി തുടിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. വിരലുകളിൽ നീ എൻ്റെ ചോര വടിച്ചെടുത്ത് നിന്റെ നെറ്റിയിൽ ഒരു വലിയ അസ്തമയ സൂര്യനെ വരച്ചു. പിന്നെ ഇരു കവിളുകളുടെ തുടിപ്പിലും ഓരോ ചോര കുരിശുകൾ വരച്ചു. മുലകളിൽ ചോര കൊണ്ട് ഓരോ താമരയും വരച്ചു. അടിവയറ്റിൽ ഒരു ശൂലം വരച്ചു. ഭിത്തിയിൽ താണ്ഡവ ശിവനെ പോലെ ചാരി നിന്ന ശേഷം സ്വയം പ്രതിഷ്ഠാപനമായി മാറിയ നീ അതേ വിധം നിന്നെ വരയ്ക്കാൻ എന്നോട് ആജ്ഞാപിച്ചു. പാലറ്റിലെ മുള്ളുകൾ കളയാതെ അതിനുമീതെ പല നിറങ്ങൾ കോരിയൊഴിച്ച് ബ്രഷ് കൊണ്ട് ചാലിച്ച് നിന്റെ അഭൗമമായ സൗന്ദര്യത്തെ ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തുവാൻ ആരംഭിച്ചു. നിശബ്ദമായ നീണ്ടുനിന്ന ആ മണിക്കൂറുകളിൽ ഒരിക്കൽ പോലും നീ എന്നോട് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. നിന്നോടുള്ള പ്രണയം കൊണ്ട് എൻ്റെ കടും വേദനകളെ ലഹരി പോലെ നുണഞ്ഞ് ഞാൻ ഉന്മത്തനായിരുന്നു എന്നതാണ് സത്യം. പക്ഷെ ഒരിക്കൽ പോലും നീ ചോദിച്ചില്ലല്ലോ സഹിക്കാവുന്ന വേദനയാണോ എന്ന്. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പിക്കാസോയുടെ കരയുന്ന സ്ത്രീ എന്ന ചിത്രം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ഒരിക്കൽ കണ്ടാൽ ആരും മറന്നു പോകാനിടയില്ലാത്ത ചിത്രം. ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീയുടെ ചിത്രം. ഒരു ദേവതയുടെ സൗന്ദര്യത്തോടെ ഭിത്തിയോട് പറ്റി നിന്ന നിന്റെ യഥാർത്ഥ രൂപം അങ്ങനെയാണ് എന്നെനിക്ക് തോന്നി. അടുത്ത നിമിഷം ആ ഓർമ്മയെ മായ്ച്ചു കളഞ്ഞ് ഗർണിക്ക എൻ്റെ ബോധത്തിൽ നീറിക്കത്താൻ തുടങ്ങി. ദശകങ്ങൾക്ക് ശേഷം ഈ കുടുസുമുറിയിൽ ഗർണിക്ക വീണ്ടും സംഭവിക്കുകയാണോ? ഞാൻ പരിഭ്രമിച്ചു. പള്ളയിൽ ആഴത്തിൽ തറച്ച കുന്തവുമായി പ്രാണവേദനയോടെ അലറിക്കരയുന്ന ആ കുതിരയല്ലേ ചിത്രത്തിലെ ആ കുതിരയില്ലേ? ആ കുതിരയാണ് ഞാൻ. ജനാലയിലൂടെ കയ്യിലൊരു വിളക്ക് പൊന്തിച്ചു പിടിച്ച് താഴെ തെരുവിൽ ജർമ്മൻ സൈന്യമുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ നോക്കിക്കാണുന്ന ചിത്രത്തിലെ സ്ത്രീ വാസ്തവത്തിൽ നീയാണ്. ദുരന്ത കാഴ്ചകൾ കണ്ടുള്ള വേവലാതിയാണ് ആ മുഖത്തെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും. പക്ഷെ സൂക്ഷിച്ചു നോക്കൂ, നിഗൂഢമായ ഒരാനന്ദമല്ലേ ആ കണ്ണുകളിൽ ജ്വലിക്കുന്നത്. അവൾ നീയാണ്. വെളിച്ചമേന്തിയ അവൾ. ഞാൻ ഇരുട്ടിൽ നിലവിളിക്കുന്ന ചോരയൊലിപ്പിക്കുന്ന വെറും മൃഗം. എൻ്റെ പെണ്ണെ, ഞാൻ പിക്കാസോ അല്ല. അവൻ്റെ ചിത്രത്തിലെ നെഞ്ചിൽ കുന്തം കയറി ഹൃദയം പൊട്ടി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന വെറും ജന്തു. ദയവ് ചെയ്ത് നീ എന്നെ പിക്കാസോ എന്ന് വിളിക്കരുത്. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കഴുത്തിൽ കുരുക്കുമായി കയറിപ്പോകുന്നതിന് മുമ്പ് നീ നാളെ അവസാനത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഇവിടെ നീ എത്തും. നാളെ വെള്ളിയാഴ്ചയാണ്. അവസാനമായി ഒരിക്കൽ കൂടി മുരിക്കിൽ കയറാൻ നീ എന്നോട് ആവശ്യപ്പെട്ടേക്കും. ഞാനത് തീർച്ചയായിട്ടും അനുസരിക്കും. ഞാൻ ഒരിക്കൽ കൂടി രക്താഭിഷിക്തനായി തീരും. എനിക്കിഷ്ടമാണ് ആ ചോരക്കളി. അത് കഴിഞ്ഞാൽ എനിക്കറിയാം നീ എന്നോട് എൻ്റെ വലത് ചെവി ചോദിക്കും. പക്ഷെ നീ ചോദിക്കും മുമ്പ് വാൻഗോഗിനെ പോലെ ഞാനത് വാഗ്ദാനം ചെയ്യും. അന്നേരം നീ അത്ഭുതപ്പെടും. ഈ ഭൂമിയിൽ നിന്നോടുള്ള പ്രണയത്തെക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ലെന്ന് നീ തിരിച്ചറിയും. ഞാൻ എന്നെയല്ല സ്നേഹിച്ചത് എന്നും. ഒരുപക്ഷെ അപ്പോൾ ആദ്യമായി നീ എന്നോട് നിന്നെ വരയ്ക്കണ്ട എന്ന് പറയും. ഒരു കവിൾ നിറയെ വേദന സംഹാരികളും നിദ്രാഗുളികകളും നീ അറിയാതെ വിഴുങ്ങിക്കഴിഞ്ഞ് നിന്റെ നഗ്നമായ അടിവയറിൽ, നിന്റെ ശരീരത്തിലെ ഏറ്റവും സ്നിഗ്ധമായ അടിവയറിൽ കടും പച്ചയിൽ ഞാനൊരു അരയാലില വരയ്ക്കും. കൽപ്പാന്ത പ്രളയകാലത്ത് ഒരു കുഞ്ഞിന് തൊട്ടിലാകാനുള്ള ഇലയാണത്. അതിനുശേഷം നിന്റെ മിനുസമേറിയ തുടകൾക്കിടയിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന 100,000 മൃദുരോമങ്ങളുടെ പട്ടുതലയിണ മേൽ മുഖമമർത്തി എൻ്റെ ജീവിതത്തിൽ ഒറ്റ ഉത്തരം പോലെ ഞാൻ കമിഴ്ന്നു കിടക്കും. എൻ്റെ ബോധത്തിന് മേൽ ഇരുട്ടിൻ്റെ കമ്പിളിപ്പുതപ്പുകൾ ഓരോന്നായി പുതഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമായി എന്നോട് മാത്രമുള്ള സ്നേഹം കൊണ്ട് നിന്റെ ഗർഭപാത്രം ചുരക്കും. അത് നിറഞ്ഞു തുളുമ്പി മരണത്തിലേക്ക് വരണ്ടു തുടങ്ങുന്ന എൻ്റെ ചുണ്ടുകളിൽ ഉറവ പോലെ നനയും. അന്നേരം അബോധത്തിൻ്റെ ആഴക്കടലിലേക്ക് 2 നീലച്ചിറകുകളുമായി ഞാൻ നീന്തുന്നുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ടവളെ, ഈ മൂർച്ചക്കത്തി മൃദുവായി കയ്യിലേന്തി വെണ്ണ മുറിക്കുന്ന ലാഘവത്തോടെ വേദനിപ്പിക്കാതെ എൻ്റെ വലത് ചെവി നീ പതുക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ മാത്രം നിനക്കെന്നെ ഒരിക്കൽ മാത്രം എൻ്റെ പൊന്നെ, എൻ്റെ പിക്കാസോ
എന്ന് സ്നേഹത്തോടെ വിളിക്കാം. ഒരു വിമിഷ്ടവുമില്ലാതെ ആദ്യമായും അവസാനമായും ഞാൻ അതിന് വിളി കേൾക്കും. നീ കേൾക്കുന്ന എൻ്റെ അവസാനത്തെ ശബ്ദം അതായിരിക്കും. ശ്രീ മനോജ് ജാദവേദ, ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു വായനക്കാരിയൊന്നുമല്ല. ഈയിടെ മാത്രം ആണ് ഞാൻ അദ്ദേഹത്തെ വായിച്ചു തുടങ്ങിയത്. പക്ഷേ വായിക്കും തോറും ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കണമെന്നും കൂടുതൽ ഒരു കഥ വായിക്കുമ്പോൾ കൂടുതൽ കഥകൾ വായിക്കണമെന്നും തോന്നിപ്പിച്ച കഥകളാണ് ശ്രീ മനോജിൻ്റേത്. അത്രയും കരുത്താർന്ന ഭാഷ ഈ അടുത്ത കാലത്ത് അധികം കഥകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വായനക്കാരി എന്ന നിലയിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാകൃത്താണ് ശ്രീ മനോജ്. ഇന്ന് അദ്ദേഹം വായിക്കുന്നത് മുറഗാമി എന്ന കഥയാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. ഞായറാഴ്ച ദിവസമായിരുന്നു. നിള ഉണരുന്നതിന് മുൻപ് തന്നെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ തിരക്ക് പതിവിലും കുറവായിരുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി പള്ളിയിലെത്തുന്നവരുടെ എണ്ണം കുറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പ്രായമായവർ രോഗപീഠകളാലും അവശതകളാലും പള്ളിയിലെത്തുന്നത് കുറച്ചിരുന്നു. മധ്യവയസ്സ് പിന്നിട്ട പലരും അവരുടെ ഒരാഴ്ചത്തെ നെട്ടോട്ടത്തിനിടയിൽ വിശ്രമിക്കാൻ കിട്ടിയ ഒരേ ഒരു ദിവസം പലപ്പോഴും പള്ളിയിലേക്ക് ഇറങ്ങാൻ വൈമുഖ്യം കാട്ടി. ചെറുപ്പക്കാരാവട്ടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നിട്ട ഉടൻ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പറന്നുപോയി കഴിഞ്ഞു. പ്രസംഗത്തിൽ പാതിരി അതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ എൻ്റെ പിന്നിലിരുന്ന് ആരോ കരയുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോഴാവട്ടെ പള്ളിയിലെ ചുവരുകളും കതകുകളും ജനാലകളും ചെവിയോർത്ത് ശ്രദ്ധിച്ചു നിൽക്കുന്നതേ കണ്ടുള്ളൂ. ഓരോരോ തോന്നലുകളെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ നോട്ടം മാറ്റി. ആ ദിവസമാണ് മുറഗാമി എന്നെ തിരഞ്ഞ് വീട്ടിൽ വന്നത്. മുരുകച്ചാമി എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ജനമേജയൻ അങ്ങനെ ഫോൺ വിളിച്ചു പറയുമ്പോൾ പള്ളി പിരിഞ്ഞ് ആളുകളെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ഞാനും ഫാം ഹൗസ് നടത്തുന്ന കോശിക്കുഞ്ഞും കൂടി പള്ളിയുടെ താഴത്തുള്ള പടവുകളിൽ ഇരുന്ന് ഞങ്ങളുടെ പതിവ് ഞായറാഴ്ച വർത്തമാനങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പ്രളയത്തിന് ശേഷം കാട്ടുപന്നികളും മറ്റ് ദുഷ്ടമൃഗങ്ങളും കൃഷി നശിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു കോശിക്കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിള എഴുന്നേറ്റില്ലേ ജയ? ഞാൻ ജനമേജയനോട് ചോദിച്ചു. ആ, വിളിച്ചിട്ട് ആരെയും കണ്ടില്ലെന്ന് പറഞ്ഞു. ഇന്നലെയും കാട്ടുപന്നി ഒരെണ്ണത്തിനെ കണ്ടു. കോശിക്കുഞ്ഞ് സംസാരം തുടരുകയായിരുന്നു. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തൈകളും ചെടികളും നശിപ്പിക്കുന്ന ഇവറ്റ പാഴ്ചെടികളെയും മരങ്ങളെയും കണ്ട ഭാവം കാണിക്കുകയില്ല. അതാ ജനുസ്. അപരിചിതർ വന്നാൽ വാതിൽ തുറക്കാൻ നിളയ്ക്ക് മടിയാണ്. അതാവും കാരണം എന്ന് ഞാൻ ഊഹിച്ചു. എന്താ ഒരു വയ്യായിക പോലെ? കോശിക്കുഞ്ഞ് ചോദിച്ചു. ശ്വാസം മുട്ടലും ചുമയും. ഞാൻ പറഞ്ഞു, കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. മരുന്ന് കുത്തിവെച്ചതിൻ്റെയാ. കോശിക്കുഞ്ഞ് പറഞ്ഞു. വേണ്ടത്ര പഠനമില്ലാതെയാ മരുന്ന് നിർമ്മിച്ചത്. കോശിക്കുഞ്ഞ് പിന്നെയും പ്രളയത്തിനെ പറ്റിയും പ്രളയത്തിന് ശേഷം കാട്ടുമൃഗങ്ങൾ നാട്ടിൽ പെരുകിയതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രളയത്തിൻ്റെ അർത്ഥം മനുഷ്യർക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷേ അത് പ്രളയമല്ലായിരുന്നു, മുന്നറിയിപ്പായിരുന്നു. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഓരോരോ പ്രത്യക്ഷങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. അത് കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. മനുഷ്യന് അതിപ്പോഴും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം വീണ്ടും ജനമേജയൻ വിളിച്ചു. മുരുകച്ചാമി പോയിട്ട് മറ്റൊരു ദിവസം വരട്ടെ എന്ന് ചോദിക്കുന്നു. എന്തു പറയണം? ഏത് മുരുകച്ചാമി എന്ന് എനിക്ക് മനസ്സിലായില്ല. കഥയൊക്കെ എഴുതുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ജനമേജയൻ പറഞ്ഞു. അപ്പോൾ പോലും അത് മുറഗാമി ആവും എന്ന വിചാരം സ്വപ്നത്തിൽ പോലും എനിക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉടൻ വരുമെന്ന് പറഞ്ഞേക്കൂ എന്ന് മറുപടി പറഞ്ഞെങ്കിലും എന്തോ ധൃതിപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ തോന്നിയതുമില്ല. പിന്നെ നിള ഒറ്റയ്ക്ക് വീട്ടിലിരിക്കവേ ഒരപരിചിതനെ എത്ര നേരം കാത്തിരുത്തും എന്ന തോന്നൽ വന്നപ്പോൾ കോശിക്കുഞ്ഞിനോട് യാത്ര പറഞ്ഞു പോരുകയായിരുന്നു. ഉച്ചവെയിലേറ്റ് പുളഞ്ഞ ഹെൽമറ്റ് ഊരി വെച്ച് ഞാൻ വരാന്തയിലേക്ക് കയറുമ്പോൾ പൂമുഖത്തെ എൻ്റെ ചാരുകസേരയിൽ വിശ്രമിക്കുകയായിരുന്നു മുറഗാമി. ചിരിച്ചപ്പോൾ ചുണ്ടുകളിൽ അപ്പോൾ മുറുക്കിയ മുറുക്കാൻ്റെ ഘോരഭാവം വെളിച്ചപ്പെട്ടു. ചാരുകസേര നല്ല എൻ്റേതായ യാതൊന്നും ആരും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ മുഖത്തുണ്ടായ അനിഷ്ടം അയാൾക്ക് മനസ്സിലായി കാണും. മുറഗാമിയാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ജനമേജയൻ മുരുകച്ചാമി എന്നാണല്ലോ പറഞ്ഞതെന്ന് ഞാൻ ഓർത്തു. അർത്ഥം വെളിപ്പെടാത്ത വേഷവിധാനങ്ങളായിരുന്നു. കാൽമുട്ട് കഷ്ടിച്ചു മറയുന്ന കാവിമുണ്ടും ജൂബയും, കൈത്തണ്ടയിൽ കട്ടി കൂടിയ സ്റ്റീലിൻ്റെ വള,
ധിക്കാരം നിറഞ്ഞ രോമങ്ങൾ, വെടിമരുന്ന് നിറച്ച ലോഹമുദ്രകൾ പോലെയുള്ള കണ്ണുകൾ, ഒരു ദീർഘദൂര ഓട്ടക്കാരൻ്റേതുപോലെ പ്രതിയോഗിയുടെ ദൂരങ്ങളെ അളന്നെടുക്കുന്ന നോട്ടം. മുരുകച്ചാമി, ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചു. അതെ, അയാൾ പറഞ്ഞു, മുറഗാമി. ഒരു കഥ എഴുതുന്നുണ്ട് നിങ്ങളുടെ ഭാഷയുടെയും ഓർമ്മകളുടെയും പരിസരത്തിൽ, അയാൾ പറഞ്ഞു. 2 മധ്യവയസ്കരുടെ പ്രണയകഥയാണ്. അയാൾ അവളെയും അവൾ അയാളെയും അതിരറ്റ് സ്നേഹിച്ചിരുന്നതാണ് ചെറുപ്പത്തിൽ. പക്ഷേ അന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൾക്ക് വേറെ വിവാഹം കഴിക്കേണ്ടി വന്നു. ജീവിതത്തിൻ്റെ ഒഴുക്കിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ അവർക്കിടയിൽ രൂപപ്പെട്ട ഏകാന്തതയോട് എതിരിടാൻ കഴിയാതെ അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. മുറഗാമിയുടെ കഥ പറച്ചിൽ അപ്പോഴേക്കും എനിക്ക് മുഷിഞ്ഞിരുന്നു. അകത്തെവിടെയോ മറ്റൊരു ലോകം ഇപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന മട്ടിൽ നിളയുടെ ഫോണിൽ കൂടെയുള്ള സംസാരം കേട്ടതുപോലെ തോന്നി. ചെവി ഓർത്തപ്പോൾ ഒന്നുമില്ല, നിശബ്ദത മാത്രം. ഉച്ചവെയിലിനെ കീറി മുറിച്ചുകൊണ്ട് വന്ന ഒരു വരണ്ട കാറ്റ് ചൂടിനാക്കം കൂട്ടി. പലരും പറഞ്ഞു കഴിഞ്ഞ കഥകൾ വീണ്ടും കേൾക്കാൻ താല്പര്യമില്ല. വിരസതയോടെ ഞാൻ പറഞ്ഞു, താങ്കൾ എന്നെ എന്തിനാണ് തേടിപ്പിടിച്ചതെന്നും മനസ്സിലായില്ല. മുറഗാമി എഴുന്നേറ്റു. വായിൽ അവശേഷിച്ചിരുന്ന മുറുക്കാൻ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. മുറ്റത്ത് അവിടെവിടെയായി ചോരപ്പൊട്ടുകൾ പോലെ അവ വന്നു വീണു. അതും എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നെ ശ്രദ്ധിക്കാതെ അയാൾ മുറ്റത്തെ ടാപ്പ് തുറന്ന് വായ ഉച്ചത്തിൽ കഴുകി. ഒരിക്കൽ കൂടി നീട്ടിത്തുപ്പിക്കൊണ്ട് വീണ്ടും പൂമുഖത്തിന് നേർക്കു വന്നു. ചെരുപ്പെടുത്തിടുമ്പോൾ മുറഗാമി വീണ്ടും എന്നെ ഒന്ന് നോക്കി. അവൾക്ക് ആദ്യത്തെ വിവാഹബന്ധത്തിൽ ഒരു മകൾ ഉണ്ടായിരുന്നു. ഇനിയും ഇയാൾ കഥ തുടരാൻ ഭാവിക്കുകയാണോ എന്ന് ഞാൻ അമ്പരന്നു. ഓർക്കാപ്പുറത്ത് അവൾ മരണപ്പെട്ടു പോയപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ ഭാരം കൂടി. അവളുടെ മകൾ ഒപ്പമുണ്ടെങ്കിലും അയാൾ തനിച്ചായി. സൂക്ഷിക്കാൻ തൻ്റെ ആത്മാവിനെ എവിടെ ഏൽപ്പിക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ശരിയല്ലേ? ഞാൻ ഒരു നിമിഷം പതറിപ്പോയി. ഉച്ചവെയിലാണോ കഥ പറച്ചിലുകാരനാണോ നിന്ന് ജ്വലിക്കുകയായിരുന്നു. അയാളിൽ നിന്ന് വിസർജിച്ച മുറ്റത്ത് വീണ ചായക്കൂട്ടുകളെ ചോരപ്പൊട്ടുകളെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി തുടങ്ങി. മുറഗാമി, ഞാൻ ദയനീയമായി വിളിച്ചു. ബാക്കി പറയണമെന്നില്ല. താങ്കൾ എന്തുകൊണ്ടാണ് എന്നെ തേടി വന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ലോകം മുഴുവൻ എനിക്കെതിരെ നിന്ന ആ പഴയ ദിവസങ്ങൾ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ദയവായി ഒന്നും ഓർമ്മിപ്പിക്കരുത്. അപേക്ഷിക്കുന്നത് പോലെ ഞാൻ കൈകുപ്പി. ഒരു വേള കരയുകയും ചെയ്തു പോകും, ആർക്കറിയാം. അപ്പോൾ പിന്നെയും വിദൂരത്ത് നിന്ന് പള്ളിയിൽ വെച്ച് കേട്ടതുപോലെയുള്ള ഒരു അടക്കിപ്പിടിച്ച കരച്ചിൽ കേട്ടു. ആദ്യം ഒരു പെൺകുട്ടിയുടെ സ്വരത്തിൽ, പിന്നെ ചെവി ഓർക്കും തോറും ശബ്ദത്തിന് പ്രായവും പഴക്കവും ഏറിയതുപോലെ. ഏതോ ആശുപത്രി കിടക്ക ഓർമ്മ വരുന്നു. മരണത്തിന് മുമ്പുള്ള ശാന്തതയെ ആവാഹിച്ച സുജാതയുടെ കണ്ണുകൾ. കൈപ്പടം ഇറുക്കി പിടിക്കുമ്പോൾ ആദ്യമായി സുജാതയുടെ കൈകളിൽ തണുപ്പറിയുന്നു. നിളയെ നോക്കിക്കൊള്ളുകയില്ലേ? അവൾക്കാരുമില്ല. തലയാട്ടുന്നത് കാണും മുൻപ് തന്നെ കണ്ണുകൾ അടച്ചുപോകും. വീണ്ടും ക്രമം തെറ്റിയ ശ്വാസോച്ഛ്വാസം. വേദന കടിച്ചു പിടിക്കുന്ന സുജാതയുടെ മുഖം. അവസാനത്തെ ഓർമ്മ. നാളുകൾക്ക് ശേഷം ഒരിക്കൽ വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്നപ്പോൾ സ്കൂൾ വിട്ടു വന്ന വേഷത്തിൽ നിള കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ായിരുന്നില്ല, കരയുകയാണെന്ന് തോന്നി. നിളെ, എന്തു പറ്റി? നമുക്കിവിടെ വേണ്ട, മറ്റെങ്ങോട്ടെങ്കിലും പോകാം. കാരണം ചോദിച്ചപ്പോൾ നിള സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ചില നേരം പറഞ്ഞുകൊണ്ടുവരുന്നത് പൂർത്തിയാക്കാത്ത സ്വഭാവം വീണ്ടും കാട്ടി നിശബ്ദയായി എങ്ങോട്ടോ നോക്കിയിരുന്നു. എനിക്കും മടുത്തിരുന്നു. കോടതികളുടെ അവധിയില്ലാത്ത കൂട്ടം കൂടലുകൾ, പരിചിതരുടെ അപരിചിത ഭാഷയിലുള്ള പിറുപിറുപ്പുകൾ, മരിച്ചുപോയവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ഇടതടവില്ലാത്ത തലച്ചോറിൽ വന്ന് സാന്നിധ്യം അറിയിക്കുന്ന ഓർമ്മകൾ, ബന്ധങ്ങളെ ആരും തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്കുള്ള യാത്ര ഒരു സ്വപ്നമായി ഒപ്പം കൂടിയത് അങ്ങനെയാണ്. അപരിചിതമായ മണ്ണിലേക്ക് ഒരു ചെടിയെ പറിച്ച് നടുമ്പോൾ വേരുകൾ പുതിയ ജീവിതം വലിച്ചെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പഴയ അതിനകം മടുത്ത രുചികളെ മറന്നു പോകുമെന്നു. ഓർമ്മകളോടും അറിവുകളോടും പിണഞ്ഞു പിടിക്കാത്ത നാട്ടിലേക്കുള്ള യാത്രയിലും നിള പക്ഷേ നിശബ്ദയായിരുന്നു. ചുരം കയറി വരുന്ന കാറ്റ് കാതുകൾ കൊട്ടി അടച്ചിട്ടും അവൾ വാഹനത്തിൻ്റെ ജനലടയ്ക്കാൻ കൂട്ടാക്കിയില്ല. രാത്രിയെ കോടമഞ്ഞ് വിഴുങ്ങുന്നതും നോക്കിയിരുന്നു. എപ്പോഴോ ഉറങ്ങി. എൻ്റെ ഹതാശമായ ചുമലിൽ ഉറക്കത്തിലാണ്ട അവളുടെ ശിരസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുമ്പോൾ ഞാൻ യേശുവെ ഓർത്തു. അവൻ്റെ സഹനങ്ങൾ എൻ്റെ നെഞ്ചിൽ വിറയാർന്ന വിരലുകൾ കൊണ്ട് കുരിശു ചിഹ്നം ചമച്ചു. ശരിയാണ്. മുറഗാമിയുടെ ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത്. പക്ഷേ പോരുന്നതിന് മുൻപ് മരിച്ചുപോയവരുടെ സമ്മതം വാങ്ങേണ്ടിയിരുന്നില്ലേ? ചെരുപ്പിലേക്ക് തിരികെ കയറ്റിയ പാദങ്ങൾ
നടന്നു വന്ന യാത്രയുടെ തുടർച്ചയിലേക്ക് വീണ്ടും രേഖപ്പെടുത്തുകയായിരുന്നു അയാൾ. ഞാൻ നിശബ്ദമായി അത് നോക്കിയിരിക്കുകയും. നോക്കൂ, ജീവിതം കൊണ്ട് ആരെയും മുറിപ്പെടുത്താൻ നമുക്കാർക്കും അധികാരമില്ല. ഒരു മരം വെട്ടും മുൻപ് നമ്മൾ അതിൻ്റെ അനുവാദം തേടുന്നു. ഒരു വീട് വയ്ക്കും മുൻപ് നമ്മൾ ഭൂമിയുടെ അനുവാദം തേടുന്നു. എന്നെ തന്നെ നോക്കൂ. എന്നെങ്കിലും ഒരിക്കൽ എഴുതിയേക്കാനിടയില്ലാത്തതോ ആയ കഥ എഴുതുന്നതിന് മുൻപ് കഥാപാത്രങ്ങളുടെ അനുവാദം തേടാനായി ഞാൻ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. ഞാൻ ഒന്നും പറയാൻ കഴിയാതെ തല താഴ്ത്തിയിരുന്നു. എൻ്റെ യാത്രകൾ പാപം നിറഞ്ഞതായി വാഴ്ത്തപ്പെടുമെന്ന് എനിക്ക് തോന്നി. മുറഗാമി എൻ്റെ തോളിൽ കൈവച്ചപ്പോൾ ഞാൻ കണ്ണുകൾ ഉയർത്തി. വിശുദ്ധൻ്റെ കാൽച്ചുവട്ടിൽ യാതന പോലെ ഞാൻ കുമ്പിട്ടിരുന്നത് എപ്പോഴായിരിക്കും? മനസ്സിൻ്റെ ഭാരം ഉപേക്ഷിക്കുക. അത് പറയുമ്പോൾ അയാളുടെ സ്വരം മുമ്പില്ലാത്ത വിധം മസൃണവും കരുണ നിറഞ്ഞതുമായിരുന്നു. മലയാളത്തിൽ ഗുരുസാഗരം എന്നൊരു നോവലുണ്ട്, വായിച്ചിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ ഞാൻ അയാളുടെ മുഖത്ത് വൈമനസ്യത്തോടെ വീഴുന്ന ഉച്ചവെയിലിനെ നോക്കിയിരുന്നു. ഈ ജന്മത്തിൽ മാത്രമല്ലേ കല്യാണി നിങ്ങളുടെ മകളല്ലാതിരുന്നുള്ളൂ? എത്രയോ ജന്മങ്ങളിൽ അവൾ നിങ്ങളുടെ മകളായിരുന്നു. അതല്ലേ ഗുരുസാഗരം? അയാൾ ചോദിച്ചു. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. അയാൾ പടി കടന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നാലെ ശബ്ദങ്ങളും ഇല്ലാതെയായി. ഉറങ്ങാൻ കൂട്ടാക്കാത്ത ഒരു കൊച്ചുകുട്ടിയുടെ നിഷേധം പോലെ ഒരു ചെറിയ കാറ്റ് ഞരങ്ങി വീണു. ഒച്ചകളില്ലാത്ത ചലനങ്ങൾ മാത്രമായ കാറ്റ്. ഏറെ നേരം ഒന്നും ചെയ്യാനാവാതെ ഞാൻ ചാരുകസേരയിലെ കിടപ്പിൽ അതേപടി കിടന്നു. എൻ്റെ ഉള്ളിൽ പിന്നിട്ട കാലങ്ങളും വരാൻ പോകുന്ന കാലങ്ങളും കൂടിക്കുഴഞ്ഞ് അസന്തുഷ്ടമായ ചിത്രങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരുന്നു. എത്ര നേരം ആ കിടപ്പ് കിടന്നു എന്ന് ഓർമ്മ വന്നില്ല. എപ്പോഴോ കോശിക്കുഞ്ഞിൻ്റെ ഫോൺ വന്നപ്പോഴാണ് ഉണർന്നത്. കാട്ടുപന്നി ഒരെണ്ണം പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ട്. മയക്കുവെടി വെച്ചിട്ടാണ് എടുക്കുക. വരുന്നോ കാണാൻ? ഇല്ല, ഞാൻ പറഞ്ഞു. തിരക്കുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത്ര നേരമായിട്ട് നിളയെ കണ്ടില്ലല്ലോ എന്നും ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നും ഓർമ്മ വന്നത്. നിളയെ എന്ന് നീട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് ആരും വിളി കേട്ടില്ല. ചെവി ഓർത്തപ്പോൾ പിന്നെയും അതേ ഒച്ച, അടക്കിപ്പിടിച്ച കരച്ചിൽ പോലെ. എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. വിശപ്പ് കൊണ്ടോ ക്ഷീണം കൊണ്ടോ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബലം നഷ്ടപ്പെട്ടതുപോലെ. നിളയുടെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെയോ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് പിന്നീട് ഒരിക്കലും പൂരിപ്പിക്കാതെ അവൾ പറഞ്ഞു നിർത്തിയ സംഭാഷണങ്ങൾക്ക് പിന്നാലെ വന്ന മരവിച്ച നിശബ്ദത മാത്രം മുറിയിൽ അപ്പോഴും തൂങ്ങിക്കിടന്നിരുന്നു. ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നപ്പോൾ അത് ശാപമോക്ഷം കിട്ടിയതുപോലെ ഒരു ദീർഘനിശ്വാസത്തോടെ പുറത്തേക്ക് പോയി. കിടക്കയിൽ കരച്ചിലടക്കിക്കൊണ്ട് പാതി തുറന്നു വെച്ച ഒരു പുസ്തകം മാത്രം കമിഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. നിള ഒരു പുസ്തകമായി രൂപാന്തരം പ്രാപിച്ചെന്ന് എനിക്ക് തോന്നി. ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവൾ ധരിച്ച കറുപ്പിൽ വെളുത്ത പൊട്ടുകളുള്ള നിശാവസ്ത്രം പുസ്തകത്തിൻ്റെ പുറം ചട്ടയായി കിടക്കയിൽ പിണങ്ങിക്കിടക്കും മട്ടിൽ കിടന്നു. അതിൽ പൊടിമണ്ണിൻ്റെ നിറത്തിൽ മെൻ വിത്തൗട്ട് വിമൻ എന്ന് നിളയുടെ അവസാന സന്ദേശം പോലെ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം പുറപ്പെട്ടു പോയവരുടെ യാതൊരു തെളിവുകളും രേഖകളും ഭൂമിയിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുമില്ല. ശ്രീ ശ്യാംകൃഷ്ണൻ പുതുതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയരായ കഥാകൃത്തുക്കളിൽ ഒരാളാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഇന്ന് എഴുതുന്ന കഥാകൃത്തുക്കളിൽ ഇഷ്ടമുള്ള കഥാകൃത്തുക്കളിൽ ഒരാളാണ് ശ്യാം. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അതേസമയം വളരെ കരുത്തോടു കൂടി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, ഒരുപാട് വെർസറ്റൈലായിട്ട് എഴുതുക, പലതരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അതും ഒരേ കൈയടക്കത്തോടെ. അദ്ദേഹത്തിൻ്റെ വിശക്കള്ളൽ എന്ന കഥാസമാഹാരത്തിലെ കഥകളൊക്കെ അതിന് ഉദാഹരണമാണ്. ഇന്ന് അതേ സമാഹാരത്തിലുള്ള മഹേഷിൻ്റെ പ്രതികാരം എന്ന കഥയാണ് ഇവിടെ ശ്യാം വായിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. മഹേഷിൻ്റെ പ്രതികാരം. ജിംസിയും മഹേഷും ആദ്യമായി കണ്ടുമുട്ടിയത് ഡിസ്പെൻസറിയിൽ വെച്ചാണെന്ന് അത് രണ്ടാളുടെയും ധാരണ. എങ്ങനെ നോക്കിയാലും അത് തെറ്റാവാനേ തരമുള്ളൂ. സൈക്കിൾ എടുത്തൊന്ന് ചുറ്റിയാൽ 1 മണിക്കൂറിനകം തുടങ്ങിയെടുത്ത് തിരിച്ചെത്തുന്ന അത്രയും ചെറിയൊരു നാട്ടിൽ കൊല്ലങ്ങളോളം സഹവസിച്ചവരാണ് രണ്ടാളും. എന്നെങ്കിലും ജിംസി പച്ചക്കറിയിൽ വില പറഞ്ഞു പേശുമ്പോൾ മഹേഷ് തക്കാളിയും ഉരുളക്കിഴങ്ങും പൊതിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടാകാം. ജിംസി കയറിയൊരു ബസ്സിൽ വയസ്സന്മാരാരും കയറല്ലേ എന്ന് പ്രാർത്ഥിച്ച് മഹേഷ് വൃദ്ധന്മാരുടെ സീറ്റിൽ ചടഞ്ഞിരുന്നിട്ടുണ്ടാകാം. അപ്പോഴൊന്നും പക്ഷേ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിച്ചിരുന്നത് വാസ്തവം. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ മാത്രം പ്രത്യേകതയൊന്നും ജിംസിക്കും മഹേഷിനും ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. എന്നാലും ഡിസ്പെൻസറിയിൽ വെച്ച് ജിംസി കാണുമ്പോൾ മഹേഷിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു.
മഹേഷ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ്. 10 ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. ഡ്രസ്സിങ്ങിന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എന്ന് ഷീറ്റിൽ എഴുതി അവർ ഡിസ്ചാർജ് ചെയ്ത് വിട്ടതാണ്. മഹേഷിന് ഓപ്പറേഷൻ കഴിഞ്ഞത് മർമ്മഭാഗത്താണ്. അവിടെ മുഴുവനായി വൃഷണം ഉൾപ്പെടെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. മൂത്രം പോകാൻ ഒരു കുഴൽ മാത്രം പുറത്തോട്ടിട്ടിട്ടുണ്ട്. മഹേഷിന് ഇങ്ങനെ പറ്റാനുണ്ടായ അടിപിടിയെപ്പറ്റി നാട് മുഴുക്കെ ന്യൂസ് പരന്നിരുന്നു. ജിംസിയും അക്കഥ കേട്ടിട്ടുണ്ട്. മഹേഷിനൊരു കുത്തു കിട്ടിയതാണ്. കുത്തിയത് ജിംസൺ. വയറിന് തൊട്ടടുത്ത് സ്ഥാനം മാറി താഴോട്ടായി പോയതാണ്. മഹേഷിൻ്റെ മുറിവിലേക്ക് റസീന ഡോക്ടർ വന്നെന്ന് നോക്കി. പഴുപ്പും ചെലവും ഒന്നും കാണാത്തതുകൊണ്ട് ഡ്രസ്സിംഗ് നഴ്സിംഗ് അസിസ്റ്റൻ്റായ ജിംസിയെ ഏൽപ്പിച്ച് ഡോക്ടർ ഒപ്പിയിലേക്ക് മടങ്ങി. ഇങ്ങനെയുള്ള ഗുലുമാലി കേസുകളൊന്നും ജിംസിക്കൊട്ടും താല്പര്യമില്ലാത്തതാണ്. ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ ജിംസി പ്ലാസ്റ്റർ മാറ്റി മുറിവിലേക്ക് സലൈനും ബെറ്റാഡിനും ഒഴിച്ചു. മഹേഷ് വേദന കൊണ്ട് പൊളഞ്ഞു. കൊല്ലും ഞാൻ ആ പട്ടിയെ, മഹേഷ് പല്ല് ഞെരിച്ചു പറഞ്ഞത് ജിംസി വ്യക്തമായി കേട്ടു. ജിംസിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി മിന്നി. പഞ്ഞിയും പ്ലാസ്റ്ററും ചേർത്ത് വേഗം മുറിവ് കെട്ടി പെട്ടെന്ന് തന്നെ ജിംസി മഹേഷിനെ പറഞ്ഞയച്ചു. 4 ദിവസം കൊണ്ട് മഹേഷ് ഒരു സാധുവാണെന്ന് ജിംസി മനസ്സിലാക്കിയിരുന്നു. ഒട്ടുമിക്ക മനുഷ്യന്മാരെയും പോലെ അന്നന്നത്തെ അന്നരത്തുള്ള വക അധ്വാനിച്ച് കണ്ടെത്തണമെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഈ കുത്തുകേസിൽ പാവം പെട്ടുപോയതാണ്. മുറിവ് വെച്ച് കിട്ടുമ്പോൾ വേദന അറിയാതിരിക്കാൻ വല്ലതുമൊക്കെ സംസാരിച്ച് രോഗികളുടെ ശ്രദ്ധ തിരിക്കുന്നത് ജിംസിയുടെ ഒരു ട്രിക്കാണ്. അങ്ങനെയാണ് മഹേഷിൻ്റെ വായിൽ നിന്ന് തന്നെ അന്നത്തെ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ജിംസി മുഴുവനായി കേട്ടത്. മഹേഷ് ഒരു ആശാരിയായിരുന്നു. ജിംസൺ നാട്ടിലെ പേര് കേട്ടൊരു റൗഡിയും. ഒരൊറ്റ ബുദ്ധി. ഏതോ കഷ്ടകാലത്തിന് മഹേഷ് ജിംസനെന്നോ കുറച്ച് കാശ് കടം കൊടുത്തിരുന്നു. കൊടക്കമ്പി പോലെ മെലിഞ്ഞിരിക്കുന്ന മഹേഷിന് തടിമാടനായ ജിംസനോട് ചോദിക്കാനല്ലാതെ അത് പിടിച്ചു വാങ്ങാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒറ്റത്തടിയായ മഹേഷിന് അത് കിട്ടിയിട്ട് അത്യാവശ്യമൊന്നും തീർക്കാനുമില്ല. അന്നേ ദിവസം ഇതും പറഞ്ഞ് കൂടെ പണിയെടുക്കുന്ന ആരോ കളിയാക്കിയതാണ്. മഹേഷിന് ശരിക്കും പെരുത്ത് കയറി. ഒരു ഉളിയും അയരിൽ തിരികെ ജിംസനെ കാണാൻ വെച്ച് പിടിച്ചതാണ്. ആദ്യം മര്യാദക്ക് ചോദിച്ചു, പിന്നെ വാക്കേറ്റമായി. ജിംസൺ കത്തിയെടുത്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ഒരു മിന്നായം പോലെ മാത്രമേ മഹേഷിന് ഓർമ്മയുള്ളൂ. ജിംസൺ ജയിലിലായി. പക്ഷേ നഷ്ടമൊഴുക്കിയ പറ്റിയത് മഹേഷിന് തന്നെയാണ്. അല്ലെങ്കിലും ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദുരിതം തന്നെ. ജിംസി മഹേഷിനെ സമാധാനിപ്പിച്ചു. എനിക്കൊന്ന് കഴിഞ്ഞത് കഴിഞ്ഞ കൊല്ലമല്ലേ, എവിടെയാണ് കഴിഞ്ഞതെന്ന് മഹേഷ് ചോദിച്ചില്ല. പക്ഷേ പലകയോളം പരന്ന തൻ്റെ നെഞ്ചിലേക്ക് മഹേഷ് നോക്കുന്നത് കണ്ടപ്പോൾ അയാൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ജിംസി ഊഹിച്ചു. ജിംസിയുടെ മുലകൾ രണ്ടും മുറിച്ചു മാറ്റിയതാണ്. ക്യാൻസർ ആയിരുന്നു. ആദ്യം ഇടതുഭാഗത്തായിരുന്നു, പിന്നീട് വലതുഭാഗത്തേക്ക് പടർന്നു. അന്ന് ഓപ്പറേഷനും മരുന്നെടുക്കലുമെല്ലാമായി മാസങ്ങളോളം ആശുപത്രിയിൽ തന്നെയായിരുന്നു. അംഗൻവാടി ടീച്ചറായ ചേച്ചിയെ ഇതും പറഞ്ഞ് കുറേ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹേഷ് ചോദിച്ചിരുന്നതെങ്കിൽ ഇക്കഥയെല്ലാം ജിംസി വിസ്തരിച്ചു പറഞ്ഞേനെ. മഹേഷ് ആകട്ടെ അതേപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി അതെല്ലാം വിട്ടുകളാ, ജിംസി ഉപദേശിച്ചു. ഇല്ല സിസ്റ്ററെ, ഞാൻ ആ പട്ടിയെ കൊല്ലും. മഹേഷ് വീണ്ടും പല്ല് ഞെരിച്ചു. സിസ്റ്ററല്ലെന്ന് എത്ര പറഞ്ഞു കൊടുത്താലും മഹേഷ് വീണ്ടും സിസ്റ്ററെ എന്ന് വിളിക്കുന്നത് കൊണ്ടോ അതോ വീണ്ടും ഒരു തവണ കൂടെ മഹേഷ് ജിംസന്റെ മുന്നിൽ പെട്ടാനുള്ള അവസ്ഥ ആലോചിച്ചോ എന്നറിയില്ല. അപ്പറഞ്ഞത് കേട്ട് ജിംസി പല്ലുക്കൾ തുറന്നു പിടിച്ച് വിളിക്കെ ചുരുക്കുകയാണ് ഉണ്ടായത്. റസീന ഡോക്ടറുടെ കുഞ്ഞിൻ്റെ 2ാം പിറന്നാളിന് നെയ്യപ്പം ചുട്ടു കൊടുക്കണമെന്ന് ജിംസി ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഡോക്ടർ വല്ലപ്പോഴും കുഞ്ഞിനെ ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുവരും. അതിനെ കളിപ്പിച്ചിരിക്കാൻ ജിംസിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഡോക്ടറുടേതെന്നല്ല, ഏത് കുഞ്ഞിനെ കണ്ടാലും ജിംസിക്ക് കൊഞ്ചിക്കാൻ തോന്നും. അപ്പം ചുടുന്ന കൂട്ടത്തിൽ മഹേഷിനും ഒരു പുതി കൂടുതലെടുക്കാമെന്ന് ജിംസി ചിന്തിച്ചു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. മഹേഷ് ഒറ്റയ്ക്കല്ലേ. മഹേഷിന് ഭക്ഷണമൊക്കെ കണക്കാകുമെന്നായിരുന്നു ജിംസിയുടെ ഊഹം. പാവൻ ഡ്രസ്സിങ്ങിന് വരുന്നത് പോലും തനിച്ചാണ്. 1-2 ദിവസം മേസ്ത്രിയുടെ മോൻ കൂട്ടുവന്നിരുന്നെങ്കിലും പിന്നീട് മഹേഷ് തന്നെ അവനെ വിലക്കി. ഡ്രസ്സിങ് കഴിഞ്ഞിറങ്ങാൻ നേരം ജിംസി അപ്പം വെച്ച് നീട്ടിയപ്പോൾ മഹേഷിൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അത് അപ്പം കണ്ടതിൻ്റെയാണോ അതോ കൊണ്ടുവന്ന് കൊടുത്തതിൻ്റെയാണോ എന്ന് ജിംസിക്ക് മനസ്സിലായില്ല. മര്യാദയ്ക്ക് നല്ല കുട്ടിയായി പണിക്ക് പോയി ജീവിച്ച ഇനിയും ഇതുപോലെ അപ്പം കൊണ്ടുവന്ന് തരാം, ജിംസി കളി പറഞ്ഞു. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങണവരെ ഞാൻ പോകും. അത് കഴിഞ്ഞാൽ അല്പം ഹീറോയിസത്തിന് മഹേഷ് പഴുതാരം ഈഷ പിരിച്ചു കയറ്റാൻ നോക്കി. ജിംസിയുടെ മുഖം വിവരണമായി. സിസ്റ്റർക്കറിയോ, അത് ശ്രദ്ധിച്ചോ എന്തോ, മഹേഷ് വിശദീകരിക്കാൻ ശ്രമിച്ചു. എനിക്ക് ആണത്തമില്ലാത്തതുകൊണ്ടാണ് ആ ചറ്റ പൈസ തിരിച്ചു തരാത്തതെന്ന് പറഞ്ഞ് എൻ്റെ കൂടെയുള്ളവരെന്നും കളിയാക്കലായിരുന്നു. അതും പറഞ്ഞ് ദുർബലമായ സ്വന്തം ശരീരത്തിലേക്ക് മഹേഷ് നോക്കി. ആണത്തം പ്രകടിപ്പിക്കാൻ കൊഴുത്ത മസിലോ വിരിഞ്ഞ നെഞ്ചോ ഒന്നും മഹേഷിനില്ല. പുറത്താരെങ്കിലും കേട്ടാൽ ശബ്ദം പോലും പെണ്ണിൻ്റേതോ ആണിൻ്റേതോ എന്ന് ആദ്യം ഒന്ന് സംശയിക്കും. ഇപ്പോൾ പിന്നെ കളിയാക്കാൻ ഇതും ആയല്ലോ. മഹേഷിൻ്റെ നോട്ടം താഴോട്ടായി. ഞാൻ ആണല്ല എന്ന് പറഞ്ഞവരൊക്കെ എന്തു പറയും നോക്കാം, ഞാൻ അവനെ കൊല്ലുമ്പോൾ. മഹേഷിൻ്റെ മുഖം കനൽ പോലെ ചുവന്നു വന്നു. അയാളുടെ കണ്ണ് രണ്ടും കുന്നിക്കുരുവോളം ചെറുതായി. സിസ്റ്റർക്ക് മനസ്സിലാവൂല. അത് ശരിയാണ്, ആണിനോട് ആണല്ല എന്ന് പറഞ്ഞാലുള്ള ദുഃഖം ജിംസിക്കറിയില്ല. പക്ഷേ പെണ്ണല്ല എന്ന് കേട്ടാൽ പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് ജിംസിക്കറിയാം. ജിംസിയോട് അത് പറഞ്ഞത് അവളുടെ ഭർത്താവായിരുന്ന ലൈൻമാൻ സുധീഷാണ്. കല്യാണം കഴിഞ്ഞ് കൊല്ലം 1 തികയും മുന്നേ തുടങ്ങിയതാണ് അയാളുടെ വഴക്കം വക്കാണവും. സ്വർണം പോരാഞ്ഞിട്ട്, പിന്നെ കുട്ടികളുണ്ടാകാഞ്ഞിട്ട്. ആദ്യമൊക്കെ ബഹളം മാത്രമായിരുന്നു, പിന്നീട് തല്ലും തൊഴിയുമായി. കഴുത്തിന് പിടുത്തവും പുറത്താക്കി വാതിലടക്കലുമായി. ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന ദിവസം വാർഡിൽ ഒരു സിഗരറ്റും കത്തിച്ച് പിടിച്ചാണ് അയാളത് പറഞ്ഞു കളഞ്ഞത്. മച്ചി, നീ ഇപ്പോൾ പെണ്ണേ അല്ലാണ്ടായി. സിഗരറ്റിൻ്റെ പുകയാണോ ഇപ്പറഞ്ഞതാണോ പൊള്ളിച്ചത് എന്നറിയാതെ ജിംസിയുടെ കാതുകൾ നേറി. അയാൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. കുറച്ച് ദിവസം കഴിഞ്ഞൊരു നോട്ടീസ് കിട്ടി. ബന്ധമൊഴിയാനാണ്. ജിംസി കരയാനും നിന്നില്ല, കൊഞ്ചാനും നിന്നില്ല. അയാൾ പറഞ്ഞിടത്ത് ഒപ്പിട്ടു. അയാൾ വേറെ ഏതോ ബന്ധം തുടങ്ങിയ കാര്യം
ആരൊക്കെയോ പറഞ്ഞ് ജിംസിയുടെ ചെവിയിലും എത്തിയിരുന്നു. മഹേഷിന് ആണത്തം തെളിയിക്കാൻ എന്തെളുപ്പമാണ്. ജിംസനെ ഒന്ന് കുത്തിയാൽ മതി. ജിംസിക്ക് പെണ്ണാണെന്ന് തെളിയിക്കാനോ? ഇതെല്ലാം ആലോചിച്ചിരുന്നൊരു കാരണം അന്നേ ദിവസം ജിംസി മഹേഷിനോട് വേറൊന്നും ചോദിച്ചില്ല. മഹേഷും ഏതാണ്ടൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യം ജിംസി ശ്രദ്ധിച്ചുമില്ല. പിറ്റേ ദിവസം മഹേഷ് പോരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. ചെറിയൊരു നാണത്തോടെ മഹേഷ് അത് നീട്ടിയപ്പോൾ ജിംസിക്ക് അത്ഭുതമായി. ഇതെന്താ? കപ്പ മപ്പാസ? എവിടുന്നാ? ഞാനുണ്ടാക്കിയത്. പല്ലിലെ വലിയ വിടവ് ഒഴിവാക്കി മഹേഷ് ചിരിച്ചു. വയ്യാത്ത നേരത്തെ ഈ കഷ്ടപ്പാടെല്ലാം എന്തിനെന്ന ചോദ്യം രുചിച്ചു നോക്കാനെടുത്ത ആദ്യത്തെ സാമ്പിളിനോടൊപ്പം ജിംസിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. വിചാരിച്ച പോലല്ല. എന്തൊരു ടേസ്റ്റാണ്. ഇതിലും ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കാറുള്ളതാ. മഹേഷ് പറഞ്ഞപ്പോൾ ജിംസിക്ക് കുശുമ്പ് കയറി. ആ വാശിക്ക് ജിംസി പോകും വഴിക്ക് കുറച്ച് പോത്തിറച്ചി വാങ്ങി. ചെറുപ്പത്തിൽ അമ്മ കാച്ചാറുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. വരട്ടേതാണെന്ന് ചോദിച്ചാൽ അതെ. എന്നാൽ ചെറുതായി പൊരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. ഏതായാലും തിന്നുന്നവർ വീണ്ടും കിട്ടാൻ പാത്രം കയ്യിൽ പിടിച്ച് പുറകെ വരുമെന്ന കാര്യത്തിൽ ജിംസിക്ക് സംശയമില്ല. അടുത്ത ദിവസം ജിംസി പാത്രം വെച്ച് നീട്ടിയപ്പോൾ മഹേഷ് നാക്ക് നുണഞ്ഞ് തലകുലുക്കി. തോൽവി സമ്മതിക്കാൻ നിൽക്കാതെ പിറ്റേന്ന് ചിക്കൻ വെച്ചൊരു ഉഗ്രം സംഗതി ഉണ്ടാക്കിയാണ് മഹേഷ് തിരിച്ചടിച്ചത്. ശേഷം ഇതൊരു പതിവായി. രണ്ടു കൂട്ടരും ഒരു പൊടിക്ക് വിട്ടുകൊടുത്തില്ല. അവനവന് വേണ്ടി പോലും കാലങ്ങളായി ഉണ്ടാക്കാത്ത ഭക്ഷണ സാമാനങ്ങൾ മറ്റേയാൾക്ക് വേണ്ടി രണ്ടാളും മത്സരിച്ചുണ്ടാക്കി. ചക്കപ്പുഴുക്കും ഇലയടയും അരിമുറുക്കും, കോഴിമാലയും മീൻമുട്ട വറുത്തതും ബീഫ് സ്റ്റ്യൂവും. മഹേഷിൻ്റെയും ജിംസിയുടെയും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. തീറ്റയാണോ ജിംസിയുടെ ഡ്രസ്സിംഗ് ആണോ കാര്യമെന്നറിയില്ല. 18ാമത്തെ ദിവസം മഹേഷിന് ശരിക്കും ഭേദമായി. ഇനി മുറിവ് വെച്ച് കെട്ടാൻ വരേണ്ട കാര്യമില്ലെന്ന് റസീന ഡോക്ടർ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെ. അതെ, ഇനി ജിംസിനെ കൊത്താനും കൊല്ലാനും നിൽക്കണ്ട. ജിംസി അതേ വരെയില്ലാതെ ഗൗരവത്തോടെ പറഞ്ഞു. കണ്ണുകളടച്ച് മഹേഷ് കുറച്ചു നേരം മൗനവ്രതം പൂണ്ടു. ഞാൻ ആ പട്ടിയെ കൊല്ലും സിസ്റ്ററെ, മഹേഷ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ജിംസി മഹേഷിൻ്റെ തുടകളിലേക്ക് നോക്കി. മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടുണ്ട്. പാടുകൾ നല്ലവണ്ണം തെളിഞ്ഞിട്ടുമുണ്ട്. 19ാം ദിവസം തൊട്ടാണ് മഹേഷിന് ഇനി വരാൻ പോണില്ലല്ലോ എന്ന ചിന്ത ജിംസിക്കുണ്ടായത്. അങ്ങനെ ഒരു ചിന്ത വരുന്നത് ജിംസി സ്വപ്നത്തിൽ പോലും കരുതിയല്ല. ദിവസവും എത്ര രോഗികളെ കാണുന്നതാണ്, എത്ര മുറിവുകൾ വെച്ച് കിട്ടുന്നതാണ്. അവരെ ആരെങ്കിലും പിന്നെ കാണാൻ തോന്നിയിട്ടുണ്ടോ? പക്ഷേ അവർക്കാർക്കും ജിംസി അപ്പം ചുട്ടു കൊടുത്തിട്ടില്ല. അവർക്കാർക്കും വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുമില്ല. ജിംസി മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. OPയുടെ വാതിൽക്കൽ മഹേഷ് പ്രത്യക്ഷപ്പെട്ടു. ഇന്നലെ കിടന്നപ്പോൾ മേലാകെ ഒരു കുളിര്. എന്നാൽ പിന്നെ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാ. അതാ നല്ലത്. വല്ല പഴുപ്പോ മറ്റോ ആണെങ്കിലോ? ജിംസി മഹേഷിൻ്റെ തീരുമാനം സന്തോഷത്തോടെ ശരിവെച്ചു. ഒറ്റ ദിവസം കൊണ്ട് പഴുക്കാനൊന്നും പോകുന്നില്ലെന്ന് അഭിപ്രായം പറഞ്ഞെങ്കിലും റസീന ഡോക്ടർ മഹേഷിൻ്റെ മുറിവും ദേഹവും എല്ലാം വിശദമായി തന്നെ പരിശോധിച്ചു. പനിയൊന്നുമില്ല, ഇപ്പോൾ ഉള്ള മരുന്നൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. റസീന ഡോക്ടർ മഹേഷിനെ മടക്കി അയച്ചു. പിറ്റേന്ന് രോഗികൾക്കുള്ള ക്യൂവിൽ മഹേഷിനെ കണ്ട് ജിംസി വേഗം ചെന്ന് കുശലം അന്വേഷിച്ചു. കൈ പിറകോട്ടെടുക്കുമ്പോൾ ഒരു വേദന. ഒന്ന് കാട്ടിയാൽ നല്ലതല്ലേ? പിന്നല്ലാണ്ട്. ഈ പ്രായത്തിൽ വല്ല വാദവും വന്നാലോ? ജിംസി അന്നും മഹേഷിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ റസീന ഡോക്ടർ തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ടും യാതൊരു കുഴപ്പവും കണ്ടെത്താനായില്ല. 3-4 ദിവസങ്ങൾ ഇപ്രകാരം മഹേഷ് ഓരോ വേദനകളുമായി വരികയും റസീന ഡോക്ടർ കാരണം കണ്ടെത്താനാകാതെ കുഴയുകയും ചെയ്തു. ഓരോ തോന്നലും കൊണ്ട് വന്നോളും, ബാക്കിയുള്ളവർക്ക് ഇവിടെ വേറെ പണിയില്ലേ? ഡോക്ടർ മഹേഷിനെ ചീത്ത പറഞ്ഞു. അല്ലെങ്കിലും എല്ലാ വേദനകൾക്കും ഡോക്ടറെ തന്നെ കാണേണ്ട കാര്യമില്ല. ജിംസി മഹേഷിനെ സമാധാനിപ്പിച്ചു. ചിലതിനെല്ലാം ജിംസിയെ കണ്ടാലും മതിയെന്നാണ് മഹേഷ് മനസ്സിലാക്കിയത്. അടുത്ത ദിവസം കേട്ട് ഓരോ സൂക്കേടും കൊണ്ട് മഹേഷ് ജിംസിയെ വന്ന് കണ്ടു തുടങ്ങി. ജിംസി മുഴുവനും ശ്രദ്ധിച്ചു കേൾക്കും. അത്രയും രോഗികളെ കണ്ടുള്ള പരിചയത്തിൽ അതിനുള്ള പ്രതിവിധിയും പറയും. ചിലപ്പോൾ അത് രാവിലെ എഴുന്നേറ്റുടൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാകാം. ചിലപ്പോൾ ഉറങ്ങുമ്പോൾ വലത്തോട്ട് ശരിയാനാകാം. അക്കൂട്ടത്തിൽ പഴയ പോലെ വീണ്ടും ഇരുവരും പലഹാരങ്ങൾ കൈമാറാനും തുടങ്ങി. കയ്യിലുള്ള ലിസ്റ്റെല്ലാം തീരാറായപ്പോഴാണ് നാട്ടിൽ ഭക്ഷണ വിഭവങ്ങൾ എത്ര കുറവാണെന്ന് രണ്ടാൾക്കും തോന്നി തുടങ്ങിയത്. ആയിടെ ഓണവും വരുന്നുണ്ടായിരുന്നു. ഓണത്തിന് വീട്ടിൽ വന്നേ, സദ്യ ഉണ്ടിട്ട് പോകാം. ജിംസി മഹേഷിനെ ക്ഷണിച്ചു. അതിന് സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ, ഓണം കൂടുമോ? മഹേഷ് അതിശയത്തോടെ ചോദിച്ചു. ഞങ്ങൾ ചെറുപ്പത്തിൽ മതം മാറിയതല്ലേ, അതുകൊണ്ട് ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം കൂടും. ജിംസി ആവേശത്തോടെ പറഞ്ഞു. അല്ല, കൂടുമായിരുന്നു പണ്ട്. അത് പറയാതിനെ മുഴുവനാകില്ലെന്ന മട്ടിൽ ജിംസി കൂട്ടിച്ചേർത്തു. വേണ്ട സിസ്റ്ററെ, നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അത് ശരിയാണെന്ന് ജിംസിക്കും തോന്നി. ഏറെ നേരം മഹേഷ് എന്തോ ആലോചനയിലാണ്ടു. കൗതുകത്തോടെ നോക്കിയിരുന്ന ജിംസിയോട് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം മഹേഷ് തുറന്നു പറഞ്ഞു. അടുത്ത ഓണത്തിന് അന്ന് ഞാൻ നാട്ടിലുണ്ടാവില്ല, ജയിലിലാകും. ജിംസിയുടെ ഉള്ളിൽ എന്തോ കൊളുത്തി വലിച്ചു. പറയാമെന്ന കാര്യം പുറത്താത്താതെ ആ കുഴിയിലേക്ക് ആഴത്തിൽ ആണ്ടുപോയി. ഓണമാണ്. ജിംസി വലിയ സന്തോഷത്തിലായിരുന്നു. പുഴയുടെ നടുവിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിലാണ് ജിംസിയുടെ താമസം. കൊല്ലങ്ങൾക്ക് മുന്നേ അച്ഛൻ പണിതൊരു ചെറിയ വീട്. കരയിലേക്ക് ഒരു ഒറ്റയടിപ്പാത ഉള്ളതൊഴിച്ചാൽ 4 പാടും വെള്ളം തന്നെ. വീടിന് ചുറ്റും ആകെ മൊത്തം കാട് മേടിച്ച് കിടപ്പായിരുന്നു. തലേന്ന് 1-ാം ഓണത്തിൻ്റെ അന്ന് ജിംസി പറമ്പിലെ കളയെല്ലാം ഒരുവിധം പറിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അടിക്കലും തുടക്കലും ഒക്കെ ഒരുപ്പിക്കലാണ്. ഇത്തവണ ജിംസി കാര്യമായി തന്നെ വീട് വൃത്തിയാക്കി. മുക്കിലും മൂലയിലും വലകെട്ടിപ്പാർത്ത 8 കളികൾക്ക് നാട് വിടേണ്ടി വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓണം പ്രമാണിച്ച് സദ്യവട്ടത്തിനുള്ള സാമാനങ്ങളെല്ലാം ജിംസി നേരത്തെ കരുതി വെച്ചിരുന്നു. മുരിങ്ങയും വെണ്ടയും വഴുതനയും ആവശ്യത്തിന് കായവും ചേർത്ത് ജിംസി കൊതിപ്പിക്കുന്ന സാമ്പാറുണ്ടാക്കി. സൈഡായി കൂട്ടുകറിയും ഓലനും കാളനും, പച്ചടിയും ഉപ്പേരിയും പപ്പടം കാച്ചിയ മോരും വേറൊരു സെറ്റ്, മേമ്പൊടിക്കിത്തിരി രസവും പാൽപ്പായസവും. മുളച്ചിട്ടിതുവരെ കുലിക്കാത്തൊരു വാഴയുടെ 2 ഇല ജിംസി വെട്ടിക്കൊണ്ടുവന്നു. നന്നായി കഴുകി തുടച്ച് മേശപ്പുറത്ത് വെച്ചു. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ജിംസി ഉമ്മറത്തേക്ക് കണ്ണു നട്ടിരിപ്പായി.
1 മണി നേരത്താണ് മഹേഷ് അങ്ങോട്ട് കയറി വന്നത്. ജിംസിയെ പുറത്തു തന്നെ കണ്ട് മഹേഷ് ഒന്ന് പരിങ്ങി. വേറൊരിടത്തേക്ക് ഇറങ്ങിയതാ, വഴി തെറ്റി, മഹേഷ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എനിക്കാണെ സദ്യ ഉണ്ടാക്കിയപ്പം അളവ് തെറ്റി, ജിംസി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. വഴി തെറ്റിയ മഹേഷും അഴവ് തെറ്റിയ ജിംസിയും അകത്തേക്ക് കയറി. ജിംസി ഇലവിരിച്ചു. ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം മേശപ്പുറത്ത് നിരത്തി. ഓരോന്നും സ്വന്തം ഇലയിലും മഹേഷിൻ്റെ ഇലയിലും തുല്യമായി പകുത്തു. മഹേഷ് രുചിയോടെ മുഴുവനും അകത്താക്കി. പായസം 2 ഗ്ലാസ് കുടിച്ചൊരു ഏമ്പക്കവും വിട്ടു. ഇപ്രാവശ്യം മഹേഷ് കൊമ്പ് കുത്തിപ്പോകുമെന്ന് ജിംസിക്ക് തോന്നി. ഊണ് കഴിച്ച് മഹേഷ് കുറച്ചു നേരം വിശ്രമിച്ചു. ജിംസി മഹേഷിനെ വീടെല്ലാം ചുറ്റിക്കാണിച്ചു. അടുത്ത മഴ പടയുന്നതിന് മുമ്പ് ഈ ചോർച്ച അടക്കണം. ഓടിനടിയിലെ വിടവുകളിലേക്ക് നോക്കി മഹേഷ് അഭിപ്രായപ്പെട്ടു. വേണം, ഞാൻ ഒറ്റയ്ക്ക് വേണ്ടേ ചെയ്യാൻ? ഇതുവരെയും അത് ശരിയാക്കാത്തതിൻ്റെ ന്യായീകരണം എന്നോണം ജിംസി പറഞ്ഞു. നല്ല മണ്ണാണ്, വെണ്ടയോ ചീരയോ ഒക്കെ നടണം, പെട്ടെന്ന് കുരുത്തു വരും. പുറത്തിറങ്ങി ഒരു പിടി മണ്ണ് വാരി മഹേഷ് അഭിപ്രായപ്പെട്ടു. നടണം, ഒറ്റക്കായോണ്ടാ. ജിംസി അതിനും കാരണം പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതെ പുഴയിലേക്ക് നോക്കി രണ്ടാളും പിന്നെ നേരം കളഞ്ഞു. ഇറങ്ങട്ടെ സിസ്റ്ററെ. വൈകുന്നേരമായപ്പോൾ മഹേഷ് യാത്ര പറഞ്ഞു. ഓ, ജിംസി തലയാട്ടി. സിസ്റ്ററെ. എന്തോ പറയാനുണ്ടായിട്ടും കാര്യം പുറത്തു വരാതെ മഹേഷ് കഷ്ടപ്പെട്ടു. അത്രയും നേരം ജിംസി ചെറിയ കുസൃതിയോടെ മഹേഷിനെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കി. ജിംസിന് അടുത്ത മാസം ജാമ്യം കിട്ടുമെന്നാണ് കേട്ടത്. ജിംസി അത് കേട്ട് തരിച്ചു നിന്നുപോയി. പോട്ടെ. മഹേഷ് തിരിഞ്ഞു നോക്കാതെ തുരുത്തിൽ നിന്ന് കരയിലേക്ക് നടന്നു. ജിംസിക്ക് പെട്ടെന്ന് പൊട്ടിക്കരയാൻ തോന്നി. മുഖം പൊത്തിപ്പിടിച്ച് ജിംസി അകത്തേക്കോടി. വളക്കൂറുള്ള മണ്ണാണ്, എങ്ങാനും കണ്ണീര് വീണ് കൊടുത്തു വന്നാലോ. അന്ന് പോയ പോക്കാണ്. മഹേഷിനെ ജിംസി പിന്നെ കണ്ടിട്ടില്ല. മഹേഷിനെ പ്രതീക്ഷിച്ച് ജിംസി കൊണ്ടുവച്ച പലഹാരങ്ങൾ ദിവസവും വൈകുന്നേരം പൊതിയഴിക്കാതെ തിരിച്ചു കൊണ്ടുപോരേണ്ടി വന്നു. മിക്കപ്പോഴും അത് കേടാവുകയും ജിംസി പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. മഹേഷ് താമസിക്കുന്നത് എവിടെയാണെന്നൊക്കെ ജിംസിക്കറിയാം. അങ്ങോട്ട് പോയാലോ എന്നൊരു തോന്നൽ പല പ്രാവശ്യം വന്നതുമാണ്. പക്ഷേ ജിംസി അതിന് മുതിർന്നില്ല. മഹേഷ് വീട്ടിലില്ലെങ്കിലോ, ജിംസിനെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലാണെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയാലും മതി. പക്ഷെ അങ്ങനെ വിളിക്കാനും മാത്രം അവർ തമ്മിൽ എന്താണ് ബന്ധം? ജിംസൺ പുറത്തിറങ്ങിയോ എന്ന് ജിംസിക്കറിയില്ല. ഒരുപക്ഷെ ജിംസിനെ കൊല്ലാൻ മഹേഷ് ഒരു കത്തി വാങ്ങി വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും തോക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടാകാം. ജിംസിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ രാത്രികളിൽ ജിംസിക്ക് വെറുതെ സങ്കടം വരും. ചിലപ്പോൾ ഉണരുമ്പോൾ നെഞ്ചിലൊരു കനം തോന്നും. എന്താ കാര്യം? ജിംസിക്കറിയില്ല. എവിടെയെങ്കിലും 4 ആൾ കൂടി കണ്ടാൽ ജിംസി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും. എങ്ങാനും അവർക്ക് മഹേഷിനെയും ജിംസിനെയും കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ. പത്രത്തിലെ പ്രാദേശിക പേജ് ജിംസി അരിച്ചു പൊറിച്ചു വായിക്കും. മഹേഷിൻ്റെയോ ജിംസിൻ്റെയോ പേര് ഒരിക്കൽ പോലും കണ്ടില്ലെങ്കിലും. പോകെ കുറഞ്ഞോളുമെന്നാണ് വിചാരിച്ചതെങ്കിലും മഹേഷിനെ പറ്റിയുള്ള ചിന്തകൾ ജിംസിക്ക് കൂടി വരികയാണ് ഉണ്ടായത്. ജിംസിക്ക് ഡിസ്പെൻസറിയിൽ പോകാൻ താല്പര്യമില്ലാണ്ടായി. ഭക്ഷണം ഉണ്ടാക്കാൻ മടിയായി. ജിംസിയുടെ തറയും ചുമരും പൊടി പിടിച്ചു. തൊടിയും പരിസരവും വീണ്ടും കാട് പിടിച്ചു. അപ്രതീക്ഷിതമായി ഒരു വൈകുന്നേരം ജിംസി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഹേഷ് വീടിൻ്റെ ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ജിംസി ആദ്യം ഒന്ന് അമ്പരന്നു. ജിംസിയുടെ നെഞ്ചിലേക്ക് ഒരു സന്ദേശം ഇരിച്ചു കയറി. തൊട്ടടുത്ത നിമിഷം ജിംസിയുടെ ഉള്ളിൽ ഒരു ഭീതിയും വന്നു നിറഞ്ഞു. മഹേഷ് ജിംസിനെ കൊന്നിട്ടുള്ള വരവാണോ? പുറകിൽ കത്തി ഒളിപ്പിച്ചിട്ടുണ്ടോ? കത്തിയിൽ ചോരപ്പറ്റുണ്ടോ? സംശയങ്ങൾക്ക് മീതെ സംശയങ്ങൾ ജിംസിയുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. കൊല്ലാനുള്ള പോക്കാണോ? യാത്ര പറച്ചിലാണോ? സിസ്റ്ററെ. മഹേഷ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഞാൻ ജിംസിനെ കണ്ടായിരുന്നു. ജിംസിക്ക് ദേഹം തളരും പോലെ തോന്നി. വീഴാതിരിക്കാൻ ജിംസി തൂണിൽ താങ്ങി. ജിംസൺ എന്നെ വന്ന് കണ്ടതാ. അന്നോളം ഉള്ളതിൽ വെച്ച് ഏറ്റവും നീണ്ടതെന്ന് ജിംസിക്ക് തോന്നിയൊരു മൗനം അവരുടെ നിറഞ്ഞു. തരാനുള്ള കാശും കൊണ്ട് വന്നതാ. മഹേഷ് തന്നെ വീണ്ടും മിണ്ടി. അറിയാണ്ട് പറ്റിയതാന്ന് പറഞ്ഞു. ബാക്കി കേൾക്കാൻ ജിംസി കാത്തിരുന്നു. താൻ എന്തെങ്കിലും പറയാതെ മഹേഷ് വാതുറക്കല്ലെന്ന് ഉറപ്പായപ്പോൾ ജിംസി വിറയിലോടെ ചോദിച്ചു. എന്നിട്ട്? അറിയാണ്ട് പറ്റിയതല്ലേ, ഞാൻ വിട്ടു. മഹേഷ് താഴോട്ട് നോക്കി പറഞ്ഞു. മഹേഷ് പറഞ്ഞതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ ജിംസി കേട്ടു. മഹേഷ് ജിംസനെ കൊന്നിട്ടില്ല. ജിംസനെ കൊല്ലാൻ ഇനിയോട്ട് പോവുകയുമില്ല. എല്ലാ പകയും വിട്ട് മഹേഷ് ജിംസനോട് ക്ഷമിച്ചു കഴിഞ്ഞു. ഹോ. ജിംസി ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു. മഴ വരാൻ പോകുക, ഓട് നന്നാക്കണ്ടേ? വന്നത് തന്നെ അതിനാണെന്ന് മട്ടിൽ മഹേഷ് ചോദിച്ചു. വേണം. ജിംസി ആവേശത്തോടെ തലയാട്ടി. ജിംസിയുടെ പറമ്പിൽ അധികം ഉയരം വെക്കാത്തൊരു തെങ്ങിൽ നിന്ന് 2 ആളും കൂടെ പച്ചോലകൾ ചീണ്ടിയെടുത്തു. വിടവായ വിടവെല്ലാം മഹേഷ് ഓലകൾ വെച്ചടച്ചു. മഹേഷ് വീഴാതിരിക്കാൻ ജിംസി സ്റ്റൂൾ പിടിച്ച് താഴെ നിന്നു. വിത്തെന്തെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടോ? കുഴിച്ചിടാൻ പറ്റിയ സമയമാ. ആദ്യത്തെ പണി തീർന്നപ്പോൾ മഹേഷ് ചോദിച്ചു. അതും ജിംസിയുടെ കയ്യിൽ റെഡി. മഹേഷ് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ജിംസി കുറച്ച് വെണ്ട വിത്തുകൾ സംഘടിപ്പിച്ച് വെച്ചിരുന്നു. കൈക്കോട്ടെടുത്ത് മഹേഷ് നീളത്തിൽ ചെറുതായി മണ്ണ് കിളച്ചിട്ടു. ഒന്ന് മഹേഷ്, ഒന്ന് ജിംസി എന്ന ക്രമത്തിൽ വിത്ത് കുഴിച്ചിട്ട് 2 ആളും ചേർന്ന് കുഴിയെല്ലാം മൂടി. മഹേഷ് തളർന്നു. ജിംസിയും തളർന്നു. 2 ആളും ഉമ്മറത്ത് വന്ന് കിതപ്പാറ്റി. എന്നിട്ട് കുഴിച്ചിട്ട വിത്തുകളെല്ലാം മുഴ പൊട്ടുന്നത് കാണാനെന്നോണം അതേ ദിക്കിൽ കണ്ണും നട്ട് ജിംസിയും മഹേഷും ചുമരോട് ചേർന്ന് വിശ്രമിച്ചു. നമുക്കിനി കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ വായിച്ച കഥകളെപ്പറ്റി ചുരുക്കത്തിൽ കുറച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. ആദ്യം VS അനിൽകുമാറിനോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. വരണ്ട പ്രണയകഥയാണ് ഇവിടെ വായിച്ചത്. അപ്പോൾ വരണ്ടത് പ്രണയമാവുമോ, അല്ലെങ്കിൽ ശരിക്കുള്ള പ്രണയം വരണ്ടതാണോ? എന്തുദ്ദേശിച്ചിട്ടാണ് കഥ എഴുതിയത്? എന്തായാലും അതിനുള്ള പ്രതികരണം പ്രണയികളുടെ പ്രത്യേകിച്ച്.
1992 എഴുതിയ കഥയാണ്. അതിൻ്റെ ഒരു പഴക്കം ഈ കഥയ്ക്കുണ്ട്. മൊബൈൽ ഫോണുകളില്ലാത്ത കാലമാണ്. ഒന്ന് നേരിട്ട് സംസാരിക്കുക തന്നെ വേണം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ കഥ വായിച്ചിട്ട് എനിക്ക് തോന്നിയതാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം തിരക്കാണ്. പ്രണയിനികളല്ല, തിരക്കാണ്. അത് അറിയണമെങ്കിൽ നമ്മൾ വലിയ നഗരങ്ങളിൽ, മെട്രോ നഗരങ്ങളെന്ന് വിളിക്കുന്ന വലിയ നഗരങ്ങളിൽ പോയി രാപ്പാർക്കണം. അത്തരമൊരു നഗരത്തിൽ 12 വർഷം ജോലി ചെയ്തതിൻ്റെ അനുഭവമുള്ളതുകൊണ്ട് ആ അനുഭവമാണ്, ആ 12 വർഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയാം. തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര തിരക്കാണ്. അതുപോലെ മുംബൈയിൽ, മദ്രാസിലായിരുന്നു ഞാൻ, ചെന്നൈയിലായിരുന്നു ജോലി ചെയ്യുന്നത്. മുംബൈയിലെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തിരക്കാണ്. കൽക്കത്തയിലെത്തുമ്പോൾ അത് പിന്നെയും കൂടും. ഇതൊക്കെ വലിയ തിരക്കുകൾ. ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഒരുപാട് അപകടങ്ങൾ ഇതിൽ സംഭവിക്കുന്നു. എൻ്റെ അമ്മയുടെ അമ്മാമൻ്റെ മകൻ മുംബൈയിലെ സബർബൻ ട്രെയിനിൽ നിന്ന്, അവിടെ ട്രെയിനിലുള്ള ആൾക്കാർ തീ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പരിഭ്രമമായിട്ട് അദ്ദേഹം ആ ട്രെയിനിൽ നിന്ന് ചാടി, പുറത്തേക്ക് ചാടിയിട്ട് മറ്റേ ലൈനിൽ വരുന്ന ട്രെയിൻ അടിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള അനേകം കഥകൾ, അനേകം സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ഈ മെട്രോ നഗരങ്ങളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേരളം എന്ന് പറയുന്നത് ഒരു 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 വികസിച്ച ഗ്രാമമെന്നോ ടൗൺ എന്നൊക്കെ പറയാവുന്ന പട്ടണങ്ങളുടെ ഒരു ശൃംഖലയാണ് ഇങ്ങത്തോളം. നമ്മുടെ കൊച്ചിയോ കോഴിക്കോടോ ഒന്നും ചെന്നൈയുടെയോ മുംബൈയുടെയോ കൊൽക്കത്തയുടെയോ അടുത്തെങ്ങും എത്തില്ല. 2 പ്രാവശ്യം ഞാൻ അപകടത്തിൽ ചാടിയിട്ടുണ്ട്. ഒരു തവണ മുംബൈയിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റുക എന്നുള്ള പ്രയാസമാണ്. ഈ സബർബൻ ട്രെയിനിൽ കയറി പറ്റുക എന്നുള്ള പ്രയാസമാണ്. അതിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള പ്രയാസമാണ്. ഇറങ്ങുമ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോകും. 25 ലക്ഷം ആൾക്കാരാണ് ഒരു ദിവസം കൽക്കത്ത മെട്രോ ഉപയോഗിക്കുന്നത്. 25 ലക്ഷം ആൾക്കാരാണ്. ഇതിനിടയിൽ ഇത് മനുഷ്യർ മാത്രമല്ല, അതിൻ്റെ കൂടെ പച്ചക്കറിയും മറ്റ് സാധനങ്ങളൊക്കെ തന്നെ അതിൽ കയറ്റുകയും ചെയ്യും. ഇതിനിടയിൽ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എഴുത്തുകാർക്ക്, ഒരു കൊല്ലത്തെ മഹാനഗരവാസം നിർദ്ദേശിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്, തമാശയായിട്ട് പറയുന്നുണ്ട്. ഒരു കൊല്ലം മഹാനഗരങ്ങളിൽ പോയി താമസിക്കുക, അവിടെ അലഞ്ഞു നടക്കുക. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള അങ്ങാടിയിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ 25 പേരെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് 20 പേരെയെങ്കിലും പരിചയമുണ്ടാവും. പക്ഷെ മഹാനഗരത്തിൽ നിങ്ങൾ 1 കിലോമീറ്റർ നടക്കുമ്പോൾ നിങ്ങൾ 10,000 പേരെ കാണുന്നു, ഒരാളെപ്പോലും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഈ മഹാനഗരത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ആ വിശേഷങ്ങൾ മുഴുവനും വളരെ മനോഹരമായി ആവിഷ്കരിച്ച ഒരു പാട്ടുണ്ട് മലയാളത്തിൽ. പി ഭാസ്കരൻ്റെ നഗരം നഗരം മഹാസാഗരം എന്ന് പറയുന്ന ഗാനം. അത് നഗരജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ്. അത് ചെറിയൊരു പാട്ട്. അപ്പോൾ ഈ നഗരജീവിതത്തിൽ എങ്ങനെയാണ് പ്രണയിനികൾ പ്രേമിക്കുന്നത് എന്നുള്ളത്, അന്ന് പ്രണയം എന്നുള്ള വാക്കില്ല. ഇന്നാണ് പ്രണയം എന്നുള്ള വാക്ക്. അന്ന് പ്രേമമെന്നേ ഉപയോഗിച്ചിരുന്നുള്ളൂ. പ്രേമ ഭിക്ഷുകി എന്ന് ബയലാറിൻ്റെ പാട്ടുണ്ടല്ലോ. അപ്പോൾ പ്രണയം എന്നുള്ള വാക്ക് പിന്നീട് ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക പ്രേമം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയില്ല, വ്യത്യാസം എന്താണെന്ന് അറിയില്ല. അപ്പോൾ തിരക്ക് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ് മനുഷ്യജീവിതത്തിനെ അന്യവൽക്കരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഥ എന്തായിപ്പോകുമെന്ന് എനിക്കറിയില്ല, അന്യവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് ഞാൻ കരുതുന്നു. ഈ അന്യവൽക്കരണമാണ് പ്രധാനപ്പെട്ട ഒരു വിചാരമായി കാൾ മാർക്സ് അടക്കം
പറഞ്ഞിട്ടുള്ള കാര്യം, അന്യവൽക്കരണം, അലിയനേഷൻ. ഇതാണ് ആ കഥയിൽ. ഇതൊന്നും വിചാരിച്ചിട്ട് കാൾ മാർക്സിൻ്റെ അലിയനേഷനെ കുറിച്ചൊരു കഥ എഴുതണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയതല്ല. വാസ്തവത്തിൽ അങ്ങനെ തിരക്കുള്ള ബസ്സുകളിൽ നിരന്തരമായി ഞാൻ യാത്ര ചെയ്തിരുന്നു അവിടെ ചെന്നൈയിൽ, ബസ്സിലും ട്രെയിനിലും. അപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് അതിൽ ആവിഷ്കരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ നിരന്തരമായി അന്യവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി 2-3 മിനിറ്റ് കൂടിയേ സമയമുള്ളൂ എന്നാണ് സംഘാടകർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഞാൻ കഥാകൃത്തുക്കൾക്ക് മൈക്ക് കൈമാറുകയാണ്. കഥകളെക്കുറിച്ച്, ഇപ്പോൾ വായിച്ച കഥകളെക്കുറിച്ച് 1-2 വാചകങ്ങൾ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ വായിച്ച കഥയുടെ പേര് വെള്ളിയാഴ്ചകളിലെ മുരിക്ക്. വളരെ അപകർഷതയുള്ള ഒരു കാമുകിയാണെങ്കിൽ നാർസിസസിനെ പോലെ ആത്മരതിയിൽ, രണ്ടുപേരും പ്രണയമാണെങ്കിലും 2 വഴിക്ക് പോകുന്ന വ്യത്യസ്തമായൊരു പ്രണയം ചിത്രകലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ ശ്രമിക്കുന്ന അതേ കാലത്താണ് ഞാൻ 2015 തന്നെയാണ് 2 മത്സ്യങ്ങൾ എന്ന കഥ എഴുതുന്നത്. 2 മത്സ്യങ്ങളിൽ അഴകനും പൂവാലിയും തമ്മിലുള്ള നിർവ്യാജമായ അഗാധമായ പ്രണയം, അത് ഏതൊരു മനുഷ്യനും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയം പോലെ തന്നെ അത് മുന്നോട്ട് പോകുന്നത്. ടെക്സ്റ്റിൽ വരുമ്പോഴത് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്കാരനോട് പറഞ്ഞു അവരെ പ്രണയം കുറച്ച് കുറക്കണം, കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് പ്രണയം കുറച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ. അപ്പം അതേ കാലത്ത് തന്നെയാണ് ഞാൻ പ്രാണവായു അതേ വർഷമാണ് പ്രാണവായു എന്നൊരു കഥ എഴുതുന്നത്. അതിലും അനീഷയും വരുണും തമ്മിലുള്ള ഒരു പ്രണയം, അത് പ്രണയത്തെപ്പോലും അപ്രസക്തമാകുന്ന തരത്തിൽ ഓക്സിജൻ്റെ അലഭ്യത വരുന്ന ഒരു വിഷയം വരുന്ന അതേ സമയത്താണ് ഞാൻ കാടിനുള്ളിൽ രഹസ്യമായി ഒഴുകുന്ന നദികൾ എന്ന കഥയും എഴുതുന്നത്. അപ്പോൾ 4 കഥകളിൽ അതിപ്പോൾ ആലോചിച്ച് ഉണ്ടാക്കിയൊരു കാര്യമാണിത്. ഈ 4ാമത്തെ കഥയും അതേ 2015 വരുന്നത്. ആ കഥയിൽ വേഴാമ്പലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടി, യൂണിവേഴ്സിറ്റി പഠിക്കുന്നൊരു പെൺകുട്ടി കൊടുങ്കാട്ടിൽ വേഴാമ്പലുകളെക്കുറിച്ച് അന്വേഷിച്ച് പോയി അകപ്പെടുകയും അവളൊരു രാജവെമ്പാലയുമായിട്ട് പ്രണയത്തിലാവുകയും അവളുടെ കൂടെ, ഈ രാജവെമ്പാലയുടെ കൂടെ ഈ സുന്ദരി കഴിയുകയും സർപ്പത്തിൻ്റെ കൂടെ കഴിയുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു ഭാവനയാണ് കാടിനുള്ളിൽ രഹസ്യമായി ഒഴുകുന്ന നദികൾ എന്ന കഥയിൽ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരേ സമയത്ത് 4 വിചിത്രമായ, ഞാൻ പ്രണയകഥകൾ എഴുതിയിട്ടേ ഇല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കഥകളിലൊക്കെ പ്രണയമുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത്. വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് മൈക്ക് കൈമാറുന്നു മനോജ്. ഈ എഴുതപ്പെട്ട കഥകളെപ്പറ്റി എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഥകൾക്കും മനുഷ്യരുടേതുപോലെ തന്നെ ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എഴുത്തിൽ നിന്നും അതൊരു പുറപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഒരു ജന്മമായിട്ട് തന്നെ അവിടെ നിൽക്കും. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ വളരെ നമുക്ക് വിശദീകരിക്കാനോ അല്ലെ അതിനെപ്പറ്റി പറയുവാനോ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ എപ്പോഴും ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ, ഒരു എഴുത്തുകാരനെ വായിച്ചു കഴിയുമ്പോൾ ആ എഴുത്തുകാരൻ എന്നോട് വന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ എഴുതപ്പെട്ട കഥാപാത്രങ്ങളോട് വന്ന് എന്നോട് സംസാരിക്കുന്നതായിട്ടും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയ ചിന്തയിൽ നിന്ന് എഴുതിയൊരു കഥയാണ് മുറഗാമി. അത്രമാത്രമേ എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയാനുള്ളൂ. താങ്ക് യു. മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ളൊരു സിനിമ ഭയങ്കര ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷം എല്ലാ മലയാളികളും കണ്ടു എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളെ ഒരു വേറെ പശ്ചാത്തലത്തിൽ എങ്ങനെ വെച്ച് നോക്കാം, ഒരു പ്രേമകഥ എന്നുള്ള രീതിയിൽ തന്നെ വെച്ച് നോക്കാം എന്നുള്ള ഒരു ചിന്തയിൽ പുറത്തുണ്ടായിരുന്നൊരു കഥയാണ്. അപ്പം ഈ ഡിസ്പെൻസറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്ക് പരിചയമുള്ള, എൻ്റെ പ്രൊഫഷണലി പരിചയമുള്ളൊരു ജീവിതമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ജൈവികമായി ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നലിൽ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ളൊരു കഥ എഴുതി. പിന്നെ ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും എടുത്തു പറയുന്നതിൻ്റെ ലാളിത്യമാണ്. അപ്പോൾ ആ ഒരു സാധനം കഥയിൽ കൊണ്ടുവരാൻ മനഃപൂർവ്വമായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ലളിതമായ, ഏറ്റവും സാധാരണമായ രീതിയിലൊരു കഥ പറയുക എന്നുള്ളൊരു ശ്രമമായിരുന്നു മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള കഥ.
അപ്പോൾ നമ്മുടെ കഥയരങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി.